മുഹമ്മദ് നബി തന്നെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നീ എന്തും പറഞ്ഞോ, ഇലാഹാണെന്ന് പറയാതിരുന്നാൽ മതി. അങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ? ഇലാഹാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നത് മാത്രമേ തകരാറുള്ളൂ എന്നാണോ? എങ്കിൽ ഒരൊറ്റ ചരിത്ര സംഭവം കേൾപ്പിക്കട്ടെ. പലവരും നിങ്ങൾ കേട്ടതാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണത്തിന്റെ പന്തലിലേക്ക് കയറി ചെല്ലുമ്പോ ആ കുട്ടികളതാ അവരിതുവരെ അവരുടെ പൂർവീകരായ പിതാക്കൾ ബദർ യുദ്ധത്തിൽ പോരാടിയതിന്റെ മേന്മയും അവരുടേതായ ധൈര്യവുമൊക്കെ വർണ്ണിച്ചുകൊണ്ട് പാടുകയാണ്. ആ സന്ദർഭത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. ആ ഘട്ടത്തിൽ ഈ കുട്ടികൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോൾ വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി എന്നങ്ങ് മാറ്റിപ്പാടി. ഞങ്ങളിൽ ഒരു നബിയുണ്ട്, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ടേ. ഈ കൊച്ചു പെൺകുട്ടികൾ അങ്ങ് പാട്ടുപാടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞുമക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറയുന്നു, മക്കളെ, ഇതിനി പാടല്ല, ഇതിനി നിങ്ങൾ പറയല്ല. ഈ കുട്ടികൾ എന്താ പറഞ്ഞത്? വഫീനാ ഇലാഹുൻ, ഞങ്ങളിൽ ഒരു ഇലാഹുണ്ട്, ആ ഇലാഹിന്റെ പേര് മുഹമ്മദ് നബിയാണ് എന്നാണോ? അതാണോ കുട്ടികൾ പാടിയത്? അല്ല. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, നാളെ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട്. ഇലാഹുണ്ടെന്നല്ല, ഞങ്ങളുടെ നബി ഇലാഹാണെന്നല്ല, അങ്ങനെയൊന്നും കുട്ടികൾ പറഞ്ഞിട്ടില്ല. മറിച്ച് എല്ലാം മറഞ്ഞ കാര്യങ്ങളും അറിയാവുന്ന ഒരു നബി ഞങ്ങൾക്കുണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് പാടല്ല, അത് പറയല്ല. കാരണം ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, നബിയെ പറഞ്ഞു കൊടുക്കൂ, ആകാശഭൂമികളിലുള്ള ആരും തന്നെ മറഞ്ഞ കാര്യം അറിയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ. അതിനെതിരാണ് ഈ പാടിയത്, അതിനെതിരാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടത് പറയാൻ പാടില്ല. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള അമിത പ്രശംസയിൽ പെടും. അതുകൊണ്ടാണ് അത് ചൊല്ലരുതെന്ന് പറഞ്ഞതെന്ന് ഈ സംഭവത്തിന്റെ വിശദീകരണം കൊടുത്ത മുഹദ്ദിസീങ്ങൾ, അതിന്റെ ശാരിഹുകൾ, അതിന്റെ വ്യാഖ്യാതാക്കൾ അവരുടെ വ്യാഖ്യാത ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടില്ലേ? അവരുടെ വ്യാഖ്യാന കിതാബുകളിൽ നൽകിയിട്ടില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നബിയെ നിങ്ങൾ ഇലാഹാണ് എന്ന് പറയുന്നത് മാത്രമല്ല തകരാറ്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടുന്ന് അംഗീകരിച്ചിട്ടില്ലാത്ത, അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത ആശയങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞാൽ അത് പാടില്ല. അത് അവിടുത്തെ കുറിച്ച് മദ്ഹ് അങ്ങനെ പറയാൻ പാടില്ല. ഉള്ളതുപോലെ പറയണം, ഇല്ലാത്തത് പറയേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരം, ആ ശരീരം മേന്മയുള്ള ശരീരമാണ്. അവിടുത്തെ ശരീരം, ആ ശരീരത്തിൽ തട്ടിയ വെള്ളം കൊണ്ട് സഹാബിമാരതാ ബർക്കത്തെടുത്തിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിൽ തട്ടിയ വെള്ളം കയ്യിൽ കിട്ടാൻ വേണ്ടി സ്വഹാബത്ത് തിരക്ക് കൂട്ടിയിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിന്റെ മാത്രം ബർക്കത്താണ്. ലോകത്തൊരു ശരീരത്തിനും ആ ബർക്കത്തില്ല. അത് ഉള്ളതായ കാര്യമാണ്, ഉള്ളതുപോലെ വിശ്വസിച്ചോളണം. അവിടുത്തെ മുടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി അതാദരിക്കപ്പെടേണ്ടുന്ന മുടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചതുമാണ്. എനിക്കിതിനെപ്പറ്റി ശേഷം വിശദീകരിക്കാനുണ്ട്. ഇവിടെ മാത്രം മുറിച്ചിനി നാളെ ആരും ക്ലിപ്പാക്കണ്ട. കണ്ടോ, സലഫിയും പറയുന്നു നബി തങ്ങളുടെ മുടി ആദരിക്കപ്പെടേണ്ടത് തന്നെ. അതേ, ഞങ്ങൾ ഇപ്പൊ പറയുന്നതൊന്നുമല്ല, എന്നും ഞങ്ങളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ അതൊന്നുപോലും ഒഴിവാക്കാതെ വിശ്വസിക്കുന്നവർ തന്നെയാണ് സലഫികൾ. അതേ അവസരത്തിൽ ഞങ്ങൾ ഇല്ലാത്തത് പാടി നടക്കാറില്ല, ഉള്ളതൊട്ട് നിഷേധിക്കാറുമില്ല. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്
കേട്ടിട്ടില്ലേ? ഇല്ലാത്തത് ചിലർ പാടി നടക്കുന്നു. അതെന്താണ്? നബിക്കുള്ള കാഷ്ടം താഹിറാണേ മൂത്രവും, അതുപോലെ തന്നെ ഹബീബി രക്തവും. നബിക്കുള്ള കാഷ്ടം ഭൂമിയും വിഴുങ്ങുന്നതാ, അതിൽ നിന്ന് റീഹുൻ ത്വയ്യിബത്തടിക്കുന്നതാ. അതെ, ചില ആളുകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നു എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാഷ്ടം അത് വളരെ പരിശുദ്ധമാണ്, അവിടുത്തെ മൂത്രവും പരിശുദ്ധമാണ്. മാത്രമല്ല, നബി തങ്ങൾ കാഷ്ടിച്ചു കഴിഞ്ഞാൽ അത് ഭൂമി വിഴുങ്ങാറുണ്ട് പോലും. മാത്രമല്ല, കാഷ്ടത്തിൽ നിന്ന് മൂത്രത്തിൽ നിന്ന് അതാ ഏറ്റവും നല്ല വാസനയടിക്കും, റീഹുൻ ത്വയ്യിബത്തടിക്കുന്നതാ എന്നാണ് പാടി നടക്കുന്നത്. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എവിടെയാ പഠിപ്പിച്ചത്? അവിടുന്ന് കാഷ്ടിച്ചു കഴിഞ്ഞാൽ, അവിടുന്ന് വിസർജിച്ചു കഴിഞ്ഞാൽ അതാ സ്വഹാബിമാർ എന്താ വിശ്വസിച്ചത്? അതാ അവിടുത്തേക്ക് ഖിദ്മത്ത് ചെയ്ത നേതാവായ അനസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാര് പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യ നിർവഹണത്തിന് വേണ്ടി മരുഭൂമിയിലേക്ക് ഇറങ്ങിയാൽ വെള്ളപാത്രവും കൊണ്ട് സ്വഹാബത്ത് പിന്നാലെ പോകുന്നു. എന്തിന്? വിസർജനം കഴിഞ്ഞാൽ റസൂലുള്ളാഹിക്ക് വെള്ളപാത്രം കൊടുക്കുന്നു, അവിടുന്ന് ശുദ്ധീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലല്ലോ, എൻ്റെ വിസർജ്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു വെച്ചോ, അതൊക്കെ പരിശുദ്ധമാണ്, അതില്ലെന്ന് റീഹുൻ ത്വയ്യിബത്തടിക്കും എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാഷ്ടവും മൂത്രവും സഹാബത്തിനെ ഏൽപ്പിക്കാറാണോ പതിവുണ്ടായിരുന്നത്? അതോ അവിടുന്നതാ മറഞ്ഞു പോയിട്ടതാ കൃത്യം നിർവഹിക്കുന്നു? എന്നിട്ടോ എത്രത്തോളം ഇവര് മദ്ഹ് പറഞ്ഞു വന്നു. അതാ ചില മൗലീദിന്റെ കിതാബുകളിൽ കാണാം, ചില സഹാബിമാർ ഇതിങ്ങനെ അന്വേഷിച്ച് നടന്നു എന്നും അവസാനം നബി തങ്ങളുടെ കാഷ്ടം കിട്ടിയപ്പോൾ അതങ്ങനെ വിഴുങ്ങി എന്ന് വരെ എഴുതി വെക്കുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, ഉള്ളത് പോലെ പറഞ്ഞാൽ പോരെ, എന്തിനില്ലാത്തത് പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അവസരത്തിൽ അവിടുത്തെ മുടിയതാ സ്വഹാബത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. സഹാബത്ത് സൂക്ഷിച്ചു, അവിടുത്തെ വസ്ത്രം സൂക്ഷിച്ചു. വസ്ത്രം കിട്ടിയ സഹാബിമാരെന്ത് ചെയ്തു? അത് മറ്റൊരാൾക്ക് കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസ്ത്രം കിട്ടിയ ഒരു സഹാബിയുടെ ചരിത്രം നമുക്കറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനതാ ഒരാൾ നല്ലൊരു കുപ്പായം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നബി തങ്ങൾ അതിട്ട് കണ്ടപ്പോൾ അത് നല്ല ചേർച്ചയുണ്ട്, നല്ല ഭംഗിയുള്ള കുപ്പായമാണ്. നബി തങ്ങൾക്കത് നന്നേ ഇഷ്ടപ്പെട്ടു. ആ സന്ദർഭത്തിൽ അതാ ഒരു സ്വഹാബി ചെന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, ആ കുപ്പായം എനിക്ക് തരുമോ? നേതാവായ നമ്മുടെ മുത്തുനബിയുടെ സ്വഭാവം എന്താണ്? ചോദിച്ചവനെ മുടക്കാറില്ലല്ലോ, ചോദിച്ചവനെ വെറുതെ വിടാറില്ലല്ലോ, ചോദിച്ചവനെ വെറുതെ നിരാശനാക്കാറില്ലല്ലോ. അതേ, പ്രിയപ്പെട്ട റസൂലുള്ള ഇട്ട് നോക്കിയിട്ട് ഭംഗിയുണ്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട കുപ്പായം ചോദിച്ച സഹാബിക്ക് കൊടുക്കുന്നു. ആ സന്ദർഭത്തിൽ അതാ സഹാബിമാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നബിതങ്ങൾക്ക് ഇഷ്ടമായിട്ട് അവിടുന്ന് ധരിച്ച കുപ്പായം നീ എന്തിനു വാങ്ങി എന്ന് അത് വാങ്ങിയ സഹാബിയെ പലരും ആക്ഷേപിച്ചപ്പോൾ ആ മഹാനായ സഹാബി എന്താ പറഞ്ഞത്? ഇതെനിക്കിട്ട് നടക്കാനല്ല, എൻ്റെ ഖബറില്ലതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുശരീരം സ്പർശിച്ച കുപ്പായം എൻ്റെ ഖബറിൽ കഫം പുടവയായിട്ടുണ്ടാകട്ടെ. കിട്ടിയവര് കൊണ്ടുപോകുന്നു. അവരതിങ്ങനെ ഇന്നിതാ ചില ആളുകൾ ഇങ്ങനെ മുറിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ മുറിച്ചു കൊടുക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി അവിടുന്നതാ ഹജ്ജത്തിൽ വെച്ച് വിതരണം ചെയ്തപ്പോ ലക്ഷങ്ങൾ വരുന്ന സഹാബിമാർക്ക് കിട്ടിയ 1-2 മുടിയിഴകൾ, അതാ അത്തരത്തിലുള്ള മുടിയിഴകൾ അവർ സൂക്ഷിച്ചു. പലരും അത് അവരുടെ കഫൻ പുടവയിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ലോകത്ത് നിന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ഒരു വസ്തുക്കളും പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതാണെന്ന് അതാ നിസ്സംശയം പറയാവുന്ന ഒരു വസ്തുവും ലോകത്തില്ല. ഉണ്ടെന്ന് ശരിയായ സനദിലൂടെ തെളിയിക്കാൻ ഒരാൾക്കും സാധ്യവുമല്ല.
ചിലർ പറയുന്നു ഞങ്ങളുടെ കയ്യിലുള്ള മുടിക്ക് സനതുണ്ട്. എവിടെയാണോ സനത്? എന്ത് സനതാണ്? ഒരു കുടുംബത്തിന്റെ സനത് പറഞ്ഞാൽ മതിയോ? നബി തങ്ങൾ ആരെ ഏൽപ്പിച്ചോ അയാൾ മറ്റേയാളെ ഏൽപ്പിച്ചോ. ഇങ്ങനെ മുടി ഏൽപ്പിച്ച സനത് വേണം. ആ നിലക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അതാ കൃത്യമായി വിശ്വാസയോഗ്യരായ ആളുകളിലൂടെ വന്ന് കിട്ടിയ നിലക്കെന്ന് പറയാവുന്ന മുടിയോ, അവിടുത്തെ തലപ്പാവോ, അവിടുത്തെ ചെരിപ്പോ, അവിടുത്തെ വാളോ, അവിടുത്തെ മോതിരമോ, മറ്റേതെങ്കിലും തിരുശേഷിപ്പുകളോ ഇന്ന് ലോകത്തില്ല. അത് ശരിയായ നിലക്ക് സ്ഥാപിക്കാനൊട്ട് സാധ്യവുമല്ലാത്തത്ര സങ്കീർണമായ നിലക്ക് അത്രത്തോളം അതിൻ്റെ പേരിൽ കള്ളവാദങ്ങൾ ഉണ്ടെന്ന് ഇതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയ പണ്ഡിതന്മാരവരുടെ കിതാബുകളിൽ എഴുതിവിട്ടില്ലേ. സ്വന്തം രോമം എടുത്തു വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വെള്ളത്തിൽ മുക്കിക്കൊടുത്താൽ സമ്മേളനം വിജയിക്കും. റസൂലുള്ളാഹിന്റെ മുടിയാവോ? എന്താ ഈ ചെയ്യുന്ന പ്രവർത്തനം? അതിന്റെ സനത് ചോദിച്ചിട്ട് ഇതുവരെ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പല സ്ഥലത്തും പറഞ്ഞു, നമുക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കേശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജീവൻ കൊടുത്താൽ അത് കിട്ടുമോ? കിട്ടൂലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കേശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജീവൻ കൊടുത്താൽ അത് കിട്ടുമോ? കിട്ടൂലല്ലോ. ഒരാളും അത് കൊടുക്കൂലല്ലോ. അത്രയും പുണ്യമായി മുസ്ലിം ലോകം കണക്കാക്കുന്ന ഒരു സാധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുത്തെ മുടിയാണെന്നും പറഞ്ഞിട്ട്, നബി തങ്ങളുടെ മുടിയാണെന്നും പറഞ്ഞിട്ട് കള്ളച്ചരക്ക് വിൽപ്പന നടത്തുന്നു, കള്ളമുടിയിട്ട വെള്ളം കുടിപ്പിക്കുന്നു, കള്ളമുടി പ്രദർശനത്തിന് 40 കോടിയുടെ കെട്ടിടമുണ്ടാക്കുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, ഇത് നബി തങ്ങളെ അവഹേളിക്കലാണ്. ഇത് നബി തങ്ങളെ അവഹേളിക്കലാണ്. മാത്രമല്ല വേറെ എന്തൊക്കെ വിശ്വാസം ഇവരിതിന്റെ പേരിൽ പറയുന്നുണ്ട്. നബി തങ്ങൾ അതാ ശൈഖ് അബൂബക്കറിന് കൊടുക്കാൻ ഏൽപ്പിച്ചതാണത്രേ. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടത്രേ, അബൂബക്കറിന് കൊടുക്കണം ഈ മുടി. ഏത് അബൂബക്കർ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന മുസ്ലിമീങ്ങളുടെ നേതാവിനല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിലെ ആയത്തോതിയിട്ട് അല്ല പറഞ്ഞ ആശയത്തിന് എതിര് പറയുന്ന ഒരു വ്യാജനായ അബൂബക്കർ ഉണ്ട് ഇവിടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയാ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം അള്ളാഹുവിന്റെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. സ്വലാത്ത് വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. യതീമക്കളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. അള്ളാഹുവിൻ്റെ പള്ളികൾ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. ആദരണീയരായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയോടുള്ള ബഹുമാനം പോലും ചൂഷണം ചെയ്തുകൊണ്ട് തൻ്റെ മുടി കാരന്തൂരിൽ മർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ആ അബൂബക്കറിന് കൊടുക്കണമെന്ന് അതാ നബി തങ്ങൾ പറഞ്ഞു പോലും. എന്താണ് കാന്തപുരത്തെ അള്ളാന്റെ റസൂല് തൃപ്തിപ്പെട്ടു എന്നതിന് തെളിവാണ് പോലും. മർക്കസിന് അംഗീകാരം കിട്ടി പോലും, റസൂലിന്റെ അംഗീകാരം കിട്ടി പോലും. എന്തൊക്കെ നുണകളാ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ആളുടെ കയ്യിലുള്ള മുടി അള്ളാന്റെ റസൂലിന്റെ മുടിയല്ല എന്നതിന് ഇതിലപ്പുറം തെളിവ് വേണോ? കാരണം മൂപ്പര കയ്യിരിപ്പ് പരിശോധിച്ചാൽ മതി. ഈ അബൂബക്കറിന്റെ കയ്യിരിപ്പ് പരിശോധിച്ചാൽ മതി. ഇയാൾ ആരാ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്ന ആയത്താളാണ്. നിങ്ങൾക്കറിയില്ലേ, കൊട്ടപ്പുറത്ത് വെച്ച് ചോദിച്ചു, ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് സലഫികൾ ചോദിച്ചപ്പോൾ ഈ മുസ്ലിയാർ അപ്പുറത്തു നിന്ന് വിളിച്ചു പറഞ്ഞു, ഉണ്ട് മൗലവി, ഉണ്ട്. നേരത്തെ പറഞ്ഞ ആയത്തുണ്ട്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്ന ആയത്തോതിയിട്ട് അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സർവ്വ അമ്പിയാക്കളെയും വിളിക്കാൻ പറഞ്ഞതാണെന്ന കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറഞ്ഞ ഈ മനുഷ്യനെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചുവെന്നോ ആദരിച്ച് മുടി കൊടുത്തുവെന്നോ ആ സ്ഥാപനത്തിന് അംഗീകാരം കൊടുത്തുവെന്നോ ഒരൊറ്റ മനുഷ്യനെയും വിശ്വസിക്കാൻ കിട്ടൂല. വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കോ. ലോകത്താരുടെ പേരിലും ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ല. ഏത് പേരിൽ?
ഇയാളുടെ പേരിൽ ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്. ആ പേര് തന്നെ എന്താണ്? കാന്തപുരത്തിന്റെ തിരഞ്ഞെടുത്ത നുണകൾ. കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെയുണ്ട്. അത്രത്തോളം കെദ്ദാബാണ്, അത്രത്തോളം നുണ പറയുന്നയാളാണ്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ഫത്വകൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേര് ഒരൊറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിന് മാത്രം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നമ്മൾ തിരിച്ചറിയുക, ഇല്ല ഇല്ല ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ മഹല്ലുകൾ ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ച് പിരിഞ്ഞിരിക്കുന്നത്. അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം. നുണ പറയുന്നയാളെ അള്ളാന്റെ റസൂല് തൃപ്തിപ്പെട്ടുവെന്നോ? മാത്രമല്ല, പരിശുദ്ധമായ കരങ്ങളിൽ അല്ലാതെ അള്ളാന്റെ റസൂലിന്റെ മുടിയെത്തൂല. ഇയാൾക്ക് യാതൊരു ജീവിത വിശുദ്ധിയുമില്ല എന്ന് ഞാനല്ല പറയുന്നത്, ഞാനല്ല പറയുന്നത്. ഇയാളുടെ കീഴിൽ നിന്ന് ബുഖാരി മുസ്ലിമും ഒക്കെ ഓതി പഠിച്ച ശിഷ്യനായ ഹസൻ സഖാഫി പോലും പറയുന്നുണ്ട്, ഇയാളുടെ കയ്യിലേക്ക് ഏതായാലും റസൂലുള്ളാഹിയുടെ മുടി കിട്ടൂല. കാരണം ഇയാളെ പറ്റി എനിക്കറിയൂലേ, ഇയാളുടെ ജീവിത ശുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ മുബാറക്കായ പരിശുദ്ധമായ കരങ്ങളിലേക്കല്ലാതെ റസൂലുള്ളാഹിയുടെ മുടിയെത്തൂല എന്ന മുജാഹിദല്ല പറഞ്ഞത്. അതേ അബൂബക്കറിന്റെ ശിഷ്യനായ ഹസൻ സഖാഫിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കേൾക്കാമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ തന്റെ മുടി കളഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. ആ മുടി വിതരണം ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, നിങ്ങളെ മെമ്പർഷിപ്പ് SKSSFിലാണെങ്കിലും നിങ്ങളെ മെമ്പർഷിപ്പ് SSFിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്നാലോചിക്കണം, മുസ്തഫായ റസൂലുള്ളാഹിന്റെ മുടി പരിശുദ്ധ കരങ്ങളിൽ അല്ലാതെ എത്തൂല. ഇതാ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെങ്കിൽ അത് മുബാറക്കായ കരങ്ങളിലേ എത്തൂ. അപ്പൊ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പറഞ്ഞത്? അതെ, എനിക്ക് കിതാബോധി പഠിപ്പിച്ചു തന്ന എന്റെ ഉസ്താദായിരുന്ന ഇയാളെ എനിക്കറിയാം. ഇയാൾക്കൊരു ജീവിത വിശുദ്ധിയും ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് തിരുമുടി എത്തൂല. അവരാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും അതൊക്കെ വേഷം കൊണ്ട് പറഞ്ഞതാണ്. ഞങ്ങൾ പല ഗ്രൂപ്പുണ്ട്, EKAP സംസ്ഥാന എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പല ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഞങ്ങൾ പല തർക്കങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ പറയും. അതുകൊണ്ടും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ അഹ്സനി പ്രസംഗിക്കുന്നുണ്ട്. അത് സുന്നികളായി 3 വിഭാഗക്കാരാണ് നമ്മുടെ നാടുകളിലുള്ളത്. ഒന്ന് AP വിഭാഗം, മറ്റൊന്ന് EK വിഭാഗം, ഒന്ന് സമസ്ഥാന. ബഹുമാനപ്പെട്ട ശൈഖുന സദഖത്തുല്ലാഹിൽ വണ്ടൂരി അവർ നേതൃത്വം കൊടുത്ത സമസ്ഥാന എന്ന് പറയുന്ന, എനിക്കതിനെ സംബന്ധിച്ചൊന്നും വ്യക്തമായി അറിയില്ല. ഈ 3 വിഭാഗമാണ് ഇന്ന് സുന്നികളുള്ളത്. ഈ 3 വിഭാഗത്തിനും ബിദ്അത്ത്, പുത്തനാശയം ഇല്ല. ഈ 3 വിഭാഗത്തിന്റെ കയ്യിലും തെറ്റായ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടുന്ന വിശ്വാസങ്ങളില്ല എന്നർത്ഥം. കർമ്മപരമായും ബിദ്അത്ത് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ നിങ്ങളുടെ അഹ്സനി പ്രസംഗിക്കുന്നത്? അതാ ലോക സുന്നികൾ 3 എണ്ണമാണ്. EKAP സംസ്ഥാന, ഇത് 3ഉം സുന്നികളാണ്. ഇവർ തമ്മിൽ വിശ്വാസത്തിൽ ഒരു തകരാറുമില്ല, കർമ്മപരമായിട്ടും ഒരു തകരാറുമില്ല. എല്ലാം ഒന്ന് തന്നെ, എല്ലാവരും സുന്നികൾ തന്നെ എന്ന് നിങ്ങൾ പറഞ്ഞ അതേ സഖാഫിയാണ് പറയുന്നത്. കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി ശരിയായ മുടിയല്ല. കാരണം അദ്ദേഹം ജീവിത ശുദ്ധിയില്ലാത്തയാളാണ്. അതുകൊണ്ട് നല്ല കരങ്ങളിലേക്ക് റസൂലുള്ളാഹി മുടിയെത്തോ. അതുകൊണ്ട് ഇയാളുടെ കയ്യിലുള്ള മുടി ശരിയല്ല, അത് സ്വന്തം മുടി തന്നെ. കുറച്ചു കൊല്ലം മുമ്പ് വേറൊരു മുടി മർക്കസിൽ വന്നിരുന്നു. ആ മുടിക്ക് ഇപ്പൊ വലിയ സ്ഥാനമൊന്നുമില്ല. ഇപ്പോൾ പുതിയൊരു മുടിയായെത്തിയിട്ടുള്ളത്. മുമ്പത്തെ മുടിയതാ സൂര്യൻ ഉദിച്ചപ്പോൾ മെഴുകുതിരി അണഞ്ഞു എന്ന് പറയും പോലെ അതാ പോയ മട്ടാണ്. ആ മുടിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ തന്നെ യഥാർത്ഥ സുന്നികളാണ്. ഞങ്ങളൊന്നും തമ്മിലൊരു തർക്കവുമില്ല, ഞങ്ങളെല്ലാം സുന്നികളാണെന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഭാഗത്തിലെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പഴയ മുടി ഏതാണെന്നും പറഞ്ഞത് കേൾക്കണോ? എന്തിനേറെ
ലക്ഷത്തിലേറെ സ്വലാത്ത് വിറ്റ് കാശാക്കാൻ മടിയില്ലാത്ത ഈ വിഭാഗം ആദരണീയരായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ തിരുമുടി പോലും ദുരുപയോഗം ചെയ്ത് ഉണ്ടെന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ നാഷണൽ ദഅവ കോൺഫറൻസ് നടക്കുന്നതിന് മുന്നോടിയായി ഒരു തീരുമാനത്തിൽ എന്തായാലും ഇതിൻ്റെ കൃത്യമായൊരു വിശദീകരണം ഒന്ന് സത്യതാൽ എഴുതണം, ആളുകൾക്ക് യാഥാർത്ഥ്യം അറിയിക്കണം. അങ്ങനെ എവിടെ ചെന്നാലും ചോദ്യം. ആദർശ രംഗത്തെ ക്ലാസ് നടത്തുമ്പോൾ നബിൻ്റെ മുടിക്ക് ബറക്കത്തുണ്ടെന്ന് പറയുമ്പോൾ നബിൻ്റെ മുടി കാരന്തൂർ മർക്കസിലുണ്ട് എന്ന് പറയുന്നില്ല, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നു? ഇയാൾ കാന്തപുരാണെങ്കിലും കൂടിയിട്ട് നമ്മൾ ആദർശത്തിൽ കുഴപ്പം വരാൻ പാടില്ലല്ലോ, കൃത്യമായ മറുപടി പറയണ്ടേ, ആ ബോധ്യപ്പെടണം. പലപ്പോഴും നമുക്ക് ധൈര്യമില്ല പറയാൻ, കാരണം കാന്തപുരത്തിന് അടുത്തറിയുന്ന ആളെന്ന നിലയിൽ കാന്തപുരം റസൂലുള്ളാഹിന്റെ മുടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ 1% പോലും സത്യത്തിന് സാധ്യതയില്ല എന്ന് ഉറപ്പാണ്. കാരണം കാന്തപുരത്തിന് തിരിച്ചറിയുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ. നമുക്ക് അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഒരിക്കൽ വേങ്ങര ഒരു പ്രശ്നമുണ്ടായി, ഒരു ക്ലാസ്സാണ്. സംശയം ചോദിച്ചു, കാരന്തൂർ മർക്കസ് റസൂലുള്ളാഹിന്റെ മുടി ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. MP മുസ്തഫൽ ഫൈ സ്റ്റേജിൽ മൂപ്പർ എഴുന്നേറ്റ് പറഞ്ഞു, അത് കാന്തപുരത്തിൻ്റെ മുടിയായിരിക്കും എന്ന് പറഞ്ഞു. കാരണം മൂപ്പർക്ക് ശരിക്കറിയാം കാന്തപുരത്തിനെ കുറിച്ച്. ഈ കാര്യത്തിൻ്റെ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വെച്ച് ഞാൻ ടെലിഫോൺ ചെയ്തു. ഇതിൻ്റെ കൃത്യമായ വിവരണം ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ റബീഉൽ ലെവൽ 1 ആ സത്യതല എഴുതാൻ വേണ്ടി. ഞാൻ ഇന്ന ആളാണ്, കോഴിക്കോട് SKSF ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, എനിക്ക് AP ഉസ്താദിൽ നിന്ന് കിട്ടണം, ഒരു വിഷയം സംസാരിക്കാനാണ്. അപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചു. അല്ലെ, അങ്ങനെ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ടൊരു വിഷയം. ഇപ്പോൾ റസൂലുള്ളാഹിന്റെ മുടിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. മുജാഹിദുകൾ അവർ കൃത്യമായ വിവരം അറിയാനാണ് പറഞ്ഞു. അപ്പോൾ ടെലിഫോൺ എടുത്ത ആൾ പറഞ്ഞു, ഷെയ്ഖുന സ്ഥലത്തിലെ പുറത്താണ്, ഇവിടെ സീഫൈസ് ഉണ്ട്. സീഫൈസ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാൻ്റെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ്, മരുമകനല്ലേ പുതിയാപ്പിള, അദ്ദേഹമാണ് ജനറൽമാർ. ഒക്കെ സ്വന്തക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. മകനും മരുമകനും ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ ട്രസ്റ്റ് ആക്കിയേക്കാണ് കാരന്തൂർ മർക്കസ് എന്ന് പറയുന്നു. അവിടെ ഉസ്താദ് ഉണ്ട്, സീഫൈസ് കൊടുക്കാറുണ്ട്. കൊടുത്തു. ഞാൻ പരിചയപ്പെടുത്തിയ ഇന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബുദ്ധിമുട്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഒരു കൃത്യമായ വിശദീകരണം തന്നാൽ ഇത് നബിൻ്റെ മുടി തന്നെയാണോ, എവിടുന്ന് കിട്ടിയാൽ ജസ്റ്റ് ഒരു വിവരം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, ഫൈസി എനിക്കതിനെ പറ്റാറില്ല, ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞ മൂപ്പര് വരുമ്പോൾ മൂപ്പരോട് ചോദിച്ചോളി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫൈസി അതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് മർക്കസിലുള്ള സാധനമാകുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട വിഷയം ഒരു പ്രാഥമിക വിവരം ഉണ്ടാവില്ല, എവിടുന്ന് കിട്ടി, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അയാൾ പറഞ്ഞു മറുപടി, അത് ഗുജറാത്തിൽ നിന്നോ ബോംബെയിൽ നിന്നോ എവിടുന്നോ കിട്ടിയാണ്, എനിക്കതിനെ പറ്റില്ല, മൂപ്പര് വന്നിട്ട് നിങ്ങൾ ചോദിച്ചു തുടങ്ങി. അപ്പോൾ സീഫൈസിക്ക് ഒരു വിശ്വാസമായി, എനിക്ക് ഉറപ്പായി. കാരണം മൂപ്പരും അപ്പം നമുക്ക് ഉറപ്പായി സംഭവം തട്ടിപ്പാണ്. ഞാൻ വരട്ടെ വിചാരിച്ചു. അപ്പോൾ നാഷണൽ ദഅവ കോൺഫറൻസിലൊക്കെ അപ്പോഴേക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ പറഞ്ഞു, നാസർ ഫൈസിക്ക് ഒന്ന് വിളിച്ചു നോക്കിയല്ലേ വെച്ചു. വിളിക്കാറുണ്ട്, വിളിച്ചു വരും എന്നല്ലേ, വിളിച്ചു. ഫോൺ ഇയാൾക്ക് 10 മണിക്ക് കൊടുക്കാറുണ്ട്. 10 മണിക്ക് മൊബൈലൊന്നും കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഉസ്താദേ നമ്മൾ പണ്ട് കാലത്ത് വലിയ ബന്ധമായിരുന്നു, പിന്നെ ആദർശ രംഗത്ത് ഇപ്പോഴും നമ്മൾ 1-2 സംഘടനയെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു ആദർശ രംഗത്തൊരു പ്രശ്നം, എവിടെ ചെന്നാലും ഒരു ചോദ്യം ചോദിക്കുന്നത് നബിൻ്റെ മുടി മർക്കസിലുണ്ട്, പക്ഷേ നമുക്ക് ഉറപ്പിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് സനതുണ്ടോ, അത് എവിടുന്ന് കിട്ടി, അതിൻ്റെ പരമ്പര പറയാൻ പറ്റുമോ, നബിയിലേക്ക് എത്തുന്ന ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാൻ, ഉറപ്പ് പറയാൻ, അതിന് നിജസ്ഥിതി അറിയാനാ ഉസ്താദിനെ വിളിച്ചത്. നേരത്തെ സീഫൈസിനെ വിളിച്ചത്, ഉസ്താദ് വരും എന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്നതാണ്, ഉസ്താദിനെ വിളിക്കുകയാണ് പറഞ്ഞു. ആ മോനെ എന്താ സംശയം, റസൂലുള്ളാഹിന്റെ മുടി ഇവിടെ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് മോൻ്റെ വിശേഷങ്ങൾ, മോനിപ്പോൾ എവിടെയുള്ളത്? ഞാൻ കരുവാറുണ്ട് താറിന്, മാനു മുസ്ലിയാരുടെ വിവരം എന്താണ് മോനെ എന്നിങ്ങനെ ചോദിച്ചിട്ട് മൂപ്പര് റസൂലുള്ളാഹിന്റെ മുടിൻ്റെ വർണ്ണനകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇബ്നു സീരീൻ റസൂലുള്ളാഹിന്റെ മുടിൻ്റെ പുണ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞേക്കണ്, അങ്ങനെ പറഞ്ഞേക്കണ്, ഹദീസുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു 10 മിനിറ്റോളം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ ചോദിച്ചത് ആ മുടി ഉസ്താദിന് എവിടുന്ന് കിട്ടി, അതിൻ്റെ ഒരു കൃത്യമായ പരമ്പര. അപ്പം വെല്ലൂരിൽ നിന്ന് കിട്ടിയതാണോ, എന്നാൽ വെല്ലൂർ പോകൂലേ? അല്ല സുഡാനിൽ നിന്ന് കിട്ടിയാണോ, സുഡാനിൽ പോകൂലേ? അല്ല കശ്മീരിൽ നിന്ന് കിട്ടിയാൽ എന്നാൽ കശ്മീരിൽ നിന്ന് പോകൂലേ? അല്ല അബുദാബിയിൽ നിന്ന് കിട്ടുന്ന അബുദാബിത്തെ മുടി കാണാതാവില്ല, എവിടുന്നെങ്കിലും ഉള്ള മുടിയല്ലേ കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, മാന്യമായി ചോദിച്ചത് എവിടുന്ന് കിട്ടിയതൊരു ജസ്റ്റ് ഒരു വിവരം ഉസ്താദേ. അതിനെന്താ മോനെ സംശയം? അത് വളരെ കൃത്യമായി 5 കൊല്ലം മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയതാ. ഞാനത് പഠിച്ച് വളരെ ബോധ്യപ്പെട്ട അവിടെ വെച്ച് റസൂലുള്ളാഹിന്റെ മുടി ഒരു സംശയമല്ലാതെ പിന്നെയും മുടിൻ്റെ മഹത്വം പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഉസ്താദേ ഏതെങ്കിലും മുജാഹിദിൽ പ്രശ്നമാക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് പറയാൻ വേണ്ടിയാണ്, ഉസ്താദിൻ്റെ കയ്യിൽ ആ മുടി കിട്ടി അതിൻ്റെ സനതുണ്ടോ, പരമ്പര ഉണ്ടോ, വേണ്ടി വന്നാൽ ഇതായി ഈ മുടി ഇന്ന ആളിന്ന് റസൂലുള്ള വരെ മുട്ടുന്ന ആ പരമ്പര നമുക്ക് ആ സനതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ചോദിക്കും. വേണ്ടി വന്നാൽ മുജാഹിദിനെ കൂട്ടിക്കൊണ്ടെന്ന് ആലോചിച്ചു. ആ മൂപ്പര് പറഞ്ഞു ചിരിച്ചിട്ട്, ഭയങ്കര ആളല്ലേ, അല്ല മോനെ എങ്ങനെയാണ് സനദിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക, അവരൊക്കെ മരിച്ചു പോയില്ലേ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ആ സനത് എഴുതി വെച്ചിട്ട് ഫോട്ടോക്ക് ഇപ്പോൾ ജസ്റ്റ് എടുത്ത് തന്നൂടെ, ഇല്ലെങ്കിൽ വേണ്ട, ഒരു പ്രശ്നം ഉണ്ടായ എന്താ ചെയ്യാന്ന് ചോദിച്ചൊരു വിവാദം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ പറഞ്ഞു. മോൻ അങ്ങനത്തെ ആൾക്കൊരു പ്രശ്നം കൂട്ടി നമുക്ക് സനത് കാണിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ ശരി അസ്സലാമു അലൈക്കും ഫോൺ വെച്ചു. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞാണ് മൂപ്പര് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ച് വിളിച്ചിട്ട് ഓഫീസിൽ നമ്പറിലാണ് വിളിച്ചിട്ട് എന്നെ ചോദിച്ചു. അപ്പോൾ ചെന്ന് ഫോൺ എടുത്തു. പിന്നെ നേരത്തെ ഫോൺ കട്ടായതാണ്, ഒരു കട്ടുമായിട്ടില്ല, പച്ച കളവ്. ഞാൻ കളവ് എന്ന് പറഞ്ഞാൽ വാസ്തവവിരുദ്ധം എന്നറിയാം, മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യമല്ലേ. ഇയാൾ പറയാണ് ഫോൺ കട്ടായത്. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ,
മുജാഹിദ് മോന് ജമാഅത്തിലൊന്ന് വിവാദം ഉണ്ടാക്കിയാണ്ട് അതിന് സനത് കാണാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട. അവരെത്ര ഹക്ക് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ആളുകളാ. പിന്നെ ഒരു വാജിബിൻ്റെ ഹറാമിൻ്റെ പ്രശ്നമൊന്നുമല്ലല്ലോ, ഇത് തബറുക്കിൻ്റെ പ്രശ്നമാണ്. ഇഷ്ടമുള്ള ആൾക്കാർ തബറുക്ക് എടുത്തോട്ടെ, അല്ലാത്ത ആൾക്കാർ എടുക്കണ്ട, മോൻ അങ്ങനത്തെ ആൾക്കാർ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിലൂടെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ആദരണീയരായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശത്തിൻ്റെ പേര് പോലും വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കി ആ പേര് പോലും ദുരുപയോഗം ചെയ്ത് ഒരു കെട്ട് മുടി അവിടെ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ മുടിയാർ പ്രചരിപ്പിച്ചത്. ഒരൊറ്റ കാര്യം ഓർക്കുക, ആദരണീയനായ ഹബീബ് പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വഅ മഖഅദഹു മിനന്നാർ. എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലായാലും നരകത്തിൽ അവൻ്റെ സീറ്റ് അവൻ റിസർവ് ചെയ്തു കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഹൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിലയിരുത്തുക. കേട്ടിട്ടില്ലേ നിങ്ങൾ എന്താ അതിൽ പറഞ്ഞിട്ടുള്ളത്? കാന്തപുരത്തിന്റെ സ്വന്തം മുടി അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറയുന്ന നീചത്തരം കാണിക്കുന്നയാളാണ് ഈ മനുഷ്യനെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ തമ്മിൽ തർക്കം തീർക്കാതെ നിങ്ങൾ സലഫികളെ കുറിച്ച് ആരോപണം പറയുന്നു. ഞങ്ങൾ അള്ളാന്റെ റസൂലിനെ ഇകഴ്ത്തുന്നുവെന്ന്, ഞങ്ങൾ അള്ളാന്റെ റസൂലിനെ പുച്ഛിക്കുന്നുവെന്ന് മറ്റൊരാളുടെ മുടിക്കെട്ടുമായി നടന്നിട്ട് ഇത് നേതാവായ റസൂലുള്ളാഹിയുടെ മുടിയാണെന്ന പെരുങ്കള്ളം ഞങ്ങൾ പറയൂല. ഞങ്ങളുടെ നേതാവിന്റെ മുടിയാണെന്ന് പറഞ്ഞ് ഒരു കെട്ട് മുടിയും കൊണ്ട് നടക്കാൻ സമ്മതിക്കൂല. ആദർശം കൊണ്ട് സലഫികൾ നേരിടും, ആദർശം കൊണ്ട് ഞങ്ങൾ നേരിടും. നിങ്ങൾ എത്ര കോടിയുടെ കെട്ടിടമുണ്ടാക്കിയാലും, എത്ര കോടിയുടെ കെട്ടിടത്തിൽ ഈ കള്ളമുടി നിങ്ങൾ വെച്ചാലും ഞങ്ങൾ ആദർശം കൊണ്ട് നേരിടും, ആദർശം കൊണ്ട് നേരിടും. എന്താ ആദർശം? നിങ്ങൾക്ക് എവിടുന്നായി മുടി കിട്ടിയത്? ഈ പോലീശയാക്കപ്പെട്ട മുടി കിട്ടിയ കേന്ദ്രത്തിൽ നിങ്ങൾക്ക് മുറിച്ച് കിട്ടിയ മുടിയില്ലേ? ആ മുടി മുറിച്ച് കിട്ടിയ കേന്ദ്രത്തിൽ അതാ മുടിക്കെട്ടിന്റെ ചിത്രം ഇന്ന് കണ്ണുള്ളവർക്കൊക്കെ കണ്ടുകൂടെ? ഇന്റർനെറ്റിലൂടെ ലോകമാകെ വ്യാപിച്ചുവല്ലേ ആ ചിത്രം? ആ ചിത്രത്തിൽ കാണുന്ന മുടിക്കെട്ടിൽ നിന്നല്ലേ നിങ്ങൾക്കും മുറിച്ച് തന്നത്? ആ മുടിയുടെ നീളം എത്രയാണ് മുസ്ലിമേ? 75 സെന്റിമീറ്ററും 1 മീറ്ററും അതിനേക്കാൾ അപ്പുറമൊക്കെ നീളമുള്ള വലിയ മുടിക്കെട്ട്. ആൽമരത്തിന്റെ ചോട്ടിൽ വേരുകൾ ആഴ്ന്നിറങ്ങിയതുപോലെ, ആൽമരത്തിന്റെ ചുറ്റും ആലിന്റെ വേരുകൾ തൂങ്ങിക്കിടക്കും പോലെ അതാ ഏതോ ഒരു പെണ്ണിന്റെ മുടി അങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. അതിട്ട വെള്ളം കൊടുക്കുന്നു. എന്നിട്ട് ആ മുടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് കള്ളം പറയുന്നുവോ? മുസ്ലിമീങ്ങളെ കിട്ടൂല, ഒരൊറ്റ മുസ്ലിമിനെയും കിട്ടൂല. ഞങ്ങളുടെ നേതാവിന്റെ മുടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി ഏറിയാൽ അവിടുത്തെ മുടിയുടെ നീളം ചെവിക്കുന്നി വരെയാണ് അവിടുന്ന് വളർത്തിയിട്ടുള്ളത്. അതാ നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന മുടിയതാ കണ്ടു നോക്കൂ, 1 മീറ്ററോളമൊക്കെ വലുപ്പമുള്ള മുടിയാണ്. അപ്പോ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, അല്ല അബൂബക്കറോലിയരെ, നിങ്ങൾ ഇങ്ങനെ മുടിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കുന്ന ഈ മുടി വല്ലാത്ത വലിപ്പം കാണുന്നുണ്ടല്ലോ. അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളോടും ചോദ്യം തുടങ്ങി നാട്ടുകാര്, ആളുകള്. അപ്പോൾ ഇതാ പുതിയ ഫത്വ. എന്തും പറയാൻ ലജ്ജയില്ലെങ്കിൽ പിന്നെ എന്തും പറഞ്ഞുകൂടെ? അതാ നബിതങ്ങളുടെ മുടി എന്തേ ഇത്ര നീളം? നബിതങ്ങളുടെ മുടി അങ്ങനെ വളരും തോറും പിളരുന്നു, പിളരും തോറും വളരുന്നു. ഒരു കൊല്ലത്തിൽ നബിതങ്ങളുടെ മുടി 1.7 മുതൽ 2.8 സെന്റിമീറ്റർ വരെ നീളുന്നുണ്ടത്രേ. അപ്പൊ നബിതങ്ങളുടെ മുടി ഇങ്ങനെ നീണ്ടു പോകുന്നു. അപ്പൊ നീണ്ടു പോയാൽ കിലോമീറ്റർ നീളമുള്ള ഒരു മുടിയല്ലേ ഉണ്ടാകൂ? നിങ്ങളുടെ കയ്യിലുള്ള മുടി കെട്ടാണല്ലോ. ഇതെവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അടുത്ത മറുപടി, നീളുക മാത്രമല്ല, വളരുക മാത്രമല്ല, പിളരുന്നുമുണ്ട്. ഒരേ മുടി തന്നെ ശാഖകളായി പിളരുന്നുമുണ്ട്. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ രൂപത്തിലുള്ള വർത്തമാനം സുന്നത്ത് ജമാഅത്തിൻ്റെതാണോ? വല്ലാതെ ചിന്തിക്കണേ, പരലോകം ഓർക്കണേ, നേതാവിന്റെ പേരിൽ കള്ളം പറയുന്നത് സൂക്ഷിക്കണേ. ഏത് നേതാവിന്റെ പേരിൽ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് ഒരു കാര്യം പറഞ്ഞു എന്ന് സ്ഥിരപ്പെടണമെങ്കിൽ അത് കേട്ടവർ വേണം, കേട്ടവർ വേണം, അവരെ കേട്ടവർ വേണം. അങ്ങനെ ശരിയായ പരമ്പരകളിലൂടെ കിട്ടണ്ടേ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയതാ ഇന്നയാൾക്ക് കൈമാറി, അയാൾ അടുത്തയാൾക്ക് കൈമാറി എന്ന നിലക്കുള്ള ശരിയായ പരമ്പരയിലൂടെ ഒരു തിരുശേഷിപ്പും ലോകത്തില്ല. ലോകത്തതാ പലരും ചെരുപ്പ് കൊണ്ട് നടക്കുന്നുണ്ട്. നബിതങ്ങളുടെ ചെരുപ്പാണ് പോലും. തലപ്പാവും കൊണ്ട് നടക്കുന്നുണ്ട്. നബിതങ്ങളുടെ തലപ്പാവാണ് പോലും. ആർക്കും എന്തും പറഞ്ഞുകൂടെ. ഇതാ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതാണെന്ന് സ്ഥാപിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഇനി കേൾക്കണോ പ്രിയപ്പെട്ടവരെ, ഈ മുടിക്ക് വേറെയും പ്രത്യേകതയുണ്ടത്രേ. അതിങ്ങനെ മുറിച്ചു കൊടുക്കണേ. ചെക്കന്മാരിങ്ങനെ മുറിച്ചു കൊടുക്കുക, ഒരു പ്രശ്നമല്ല. കത്തിരിക്ക മുറിച്ചിങ്ങനെ കൊടുക്കുക എല്ലാവർക്കും. ഇങ്ങനെ നബിന്റെ മുടിയേ അതിങ്ങനെ ഇഷ്ടമായി വളരുമല്ലേ. വളരും തോറും പിളരുകയാണ്, പിളരും തോറും വളരുവാണ്. ഇങ്ങനെ വളർന്നിങ്ങനെ കാർക്കൂന്തലായിട്ട് ഇങ്ങനെ നീണ്ടു വളർന്ന ആ മുടി, അതിന്റെ പ്രത്യേകത എന്താ പറയുന്നത്? കത്തിച്ചാൽ കത്തുകയില്ല, കത്തിച്ചാൽ കത്തുകയില്ല. അതുപോലെ തന്നെ നിഴലില്ല. അതേ പക്ഷേ അതാ നെറ്റിൽ നിങ്ങൾ തുറന്നു നോക്കിയാൽ, ഇന്റർനെറ്റിലെ സൈറ്റുകളിൽ പരിശോധിച്ചാൽ, ഇവരി കൊണ്ടുവന്ന കേന്ദ്രത്തിലെ മുടിയതാ ഒരാളെടുത്ത് പൊക്കുമ്പോൾ അയാളുടെ നെഞ്ചിലൂടെ നിഴല് കാണുന്നു. നിഴലുള്ള മുടിയാണ്. ഇവരുടെ വാദപ്രകാരം അതും പൊളിഞ്ഞു. അത് മാത്രല്ല, ഈച്ച വന്നിരിക്കൂല. തേൻ പുരട്ടിയാലും ഈച്ച വന്നിരിക്കൂല. അടുത്ത പ്രയോഗം പിന്നെ എന്താണ്? അതുകൊണ്ടും തീർന്നിട്ടില്ലല്ലോ. അതാ ഈ മുടിക്കുള്ള പ്രത്യേകത എന്താണ്? ദിക്റ് കേട്ടാൽ ഈ മുടി അങ്ങ് ആടും. ദിക്റ് കേട്ടാൽ ആടുന്ന മുടിയാണ്. കത്തിച്ചാൽ കത്താത്ത മുടിയാണ്. വളരുന്ന മുടിയാണ്, പിളരുന്ന മുടിയാണ്, നേരില്ലാത്ത മുടിയാണ്, ഇച്ചയിരിക്കാത്ത മുടിയാണ്. അതേ സുന്നത്ത് ജമാഅത്തുകാരെന്ന് അവകാശപ്പെടുന്നവരെ ആരാണിത് പഠിപ്പിച്ചു തന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നുവോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നുവോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നുവോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നുവോ? അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നുവോ? അതേ, ഇവർക്കൊന്നും മുടി കിട്ടിയില്ല അല്ലേ? ആ മുടിയൊക്കെ അവർ അവഗണിച്ചു അല്ലേ? മസ്ജിദുൽ ഹറാമിൽ മുടി പ്രദർശിപ്പിക്കാൻ ഒരു കേന്ദ്രം കാണുന്നില്ലല്ലോ. മദീനത്തെ പള്ളിയിൽ മുടി പ്രദർശനത്തിനൊരു പ്രത്യേക കേന്ദ്രം കാണാനില്ലല്ലോ. 3-ാം സ്ഥാനമുള്ള ബൈത്തുൽ മുഖദ്ദസിലും മുടി പ്രദർശനത്തിനൊരു പള്ളിയില്ലല്ലോ. അതേ അവസരത്തിൽ ഇവരുടെയൊക്കെ കയ്യിൽ ഇഷ്ടം പോലെ കെട്ടുകണക്കിന് മുടിയാണല്ലേ. ഇത് ഞങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയല്ല. മുടി ദിക്റ് കേൾക്കുമ്പോൾ ആടുക. കാരണം ഇവർക്ക് ദിക്റ് ചെല്ലുമ്പോൾ ആടണല്ലോ. ദിക്റ് ചെല്ലുമ്പോ ഇങ്ങനെ ആടണം. ദിക്റ് ചെല്ലുമ്പോ എന്താ കേട്ടില്ലേ? അല്ലാഹ് 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 എന്നറിയുമ്പോ ആടുക. ഇങ്ങനെ മേപ്പെട്ട് ചാടുക, മൂടുകുലിക്ക് ദിക്റ്, ചാഞ്ചാടി ദിക്റ്, ഓടി ദിക്റ്, ആടി ദിക്റ്, എന്തെല്ലാം ദിക്റുകളാണ്. എന്നിട്ട് ഇങ്ങനെ ആടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക. എന്നിട്ട് ആടുന്നതിന് തെളിവ് വെച്ചാൽ പറയേ സഹാബത്ത് ആടിയിട്ടില്ലേ? എവിടെയാണോ സഹാബത്ത് ആടിയെന്ന് ശരിയായ സനദോടെ ഉദ്ധരിക്ക്. സാധ്യമല്ല, നിങ്ങൾക്ക് സാധ്യമല്ല. എന്നിട്ട് ഇപ്പൊ പറയാണ് മൗലവി അതാ പ്രസംഗിക്കുമ്പോ ഇങ്ങനെ കാണിക്കുന്നില്ലേ, ഇങ്ങനെ കാണിക്കുന്നില്ലേ, പ്രസംഗിക്കുമ്പോ ആക്ഷൻ കാണിക്കുന്നില്ലേ? അതുപോലെ അതിനെന്താ തെളിവ്? അതുപോലെ ദിക്റിൽ ലയിച്ചാൽ ഇങ്ങനെ ആക്ഷൻ കാണിക്കും. ദിക്റ് ചൊല്ലിയാൽ ആടുന്നതാണ്. ദിക്റിൽ ആടുക എന്നുള്ളത് സാലിഹീങ്ങളുടെ അടയാളമാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. അതാ മനസ്സിലൊരു ആശയമുണ്ടെങ്കിൽ, ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാനിങ്ങനെ 1-ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെ കൈ രണ്ടും എൻ്റെ തൊടയിൽ വെച്ച് ഇങ്ങനെ നിന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് പ്രസംഗം എന്നെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയും? എന്നാൽ പ്രസംഗിക്കുന്ന ടൈമിൽ എൻ്റെ കൈ ഞാൻ പൊക്കുന്നു. അതങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ശരീരം അങ്ങും ഇങ്ങും അതാ ചെരിഞ്ഞും ചാഞ്ഞും എൻ്റെ ശരീരം അങ്ങും ഇങ്ങും പല ആക്ഷനിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വാവുട്ടി മുസ്ലിയാരുടെ ഡാൻസ് കളിക്കുകയാണെന്ന് പറയാറുണ്ടോ? ഇല്ല. മറിച്ച് അതൊക്കെ എൻ്റെ മനസ്സിനകത്തുള്ള ആശയത്തിനനുസരിച്ചുള്ളതായിരിക്കുന്ന ആക്ഷനാണ്. ദിക്റ് മനസ്സിൽ കടന്നു ചൊല്ലിയാൽ അതിനനുസരിച്ച് കൈയും കാലും ശരീരവും ആടിക്കളിച്ചു പോകും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഇന്ന് വരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ ശരീരം ആടാത്തത്.
നിനക്ക് ദിക്റെന്തെന്നറിയില്ല, അള്ള എന്തെന്നറിയില്ല. നിന്റെ മനസ്സിൽ ആകെയായി കൂടിയത് ദുനിയാവാണ്. അതുകൊണ്ട് നിനക്ക് ആടാൻ കഴിയില്ല, ആട്ടം വരില്ല. ആട്ടം വലിയൊരു ഇബാദത്താണ്, വലിയ കൂലുള്ള സംഗതിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അത് സ്വാലിഹീങ്ങൾ ചെയ്ത അമലാണ്, സ്വഹാബത്തിന്റെ ജീവിതത്തിലുള്ളതാണ്. അബൂ നുഐം റിപ്പോർട്ട് ചെയ്തതാണ്. യുറന്നീനി ഇലൈക ശൗഖു ഹത്താ അമീല മിനൽ യമീനി ഇലശ്ശിമാലി. അല്ലാഹുവേ, നിന്റെ ദിക്ർ ചൊല്ലാൻ ഞാൻ ഇരുന്നാൽ യുറന്നീനി, എന്നെ രാഗപ്പാട്ട് കൊണ്ടുപോകുന്നു. അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സാലിഹീങ്ങൾ പറയുന്നു, അവൻ വലഭാഗം കൊണ്ട് തുടങ്ങണം, അവന്റെ ഇലാഹ എന്നെത്തുമ്പോൾ നടുവിലെത്തണം. ഇല്ലല്ലാ എന്ന വാക്കുകൊണ്ട് അവന്റെ ഹൃദയഭാഗത്തേക്ക് അടിച്ചു ചെല്ലണം. ഇമാം സയ്യിദുൽ ബക്കരി തന്റെ കിഫായത്തുൽ അത്ഖിയിൽ പറയുന്നു, സൈറുസ് സുലൂക്കിൽ കാണാം, മറ്റു പല കിതാബുകളിലും കാണാം, സാലിഹീങ്ങളുടെ സ്വഭാവമാണ് ദിക്റിലാടുക, ബൈത്തിലാടുക. സ്വഹാബികൾ അങ്ങനെ ആടുമായിരുന്നു എന്ന് അബൂ നുഐം റിപ്പോർട്ട് ചെയ്യുന്നു. പടച്ചവനെ ദിക്ർ ചൊല്ലിയാൽ ഹത്താ അമീൽ മിനൽ യമീൻ, എന്റെ വലഭാഗത്ത് നിന്ന് ഞാൻ ചാഞ്ഞു പോകുന്നു. അല്ലാ ഇലശ്ശിമാലി, എന്റെ ഇടഭാഗത്തേക്ക് ചാഞ്ഞു പോകുന്നു. ഇളകാതെ ദിക്ർ ചൊല്ലുന്നവരെ തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിൽ ആ കാര്യമില്ല. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്റെ മനസ്സിൽ വിഷയങ്ങൾ ആണയിട്ട് പറയുമ്പോൾ അങ്ങനെയില്ല, ഇങ്ങനെയല്ല, അത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ എന്റെ കൈ അതിനനുസരിച്ച് ആടുന്നു, എന്റെ ശരീരം അതിനനുസരിച്ച് താളം വെക്കുന്നു. ഇതെന്റെ പ്രസംഗത്തിൽ എന്റെ ശ്രദ്ധയാണ്, എന്റെ മനസ്സിലുള്ള ആശയത്തിന്റെ ഗൗരവമാണ്. ഈ ഗൗരവമില്ലാത്തത് കൊണ്ടാണ്, ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് ശരീരത്തിന് ആട്ടം വരാത്തത്. ആരെയോ പേടിച്ച് സമൂഹത്തിലേക്ക് ചിന്തിച്ച് ആടാൻ പേടിച്ചിരിക്കുന്നവരുമുണ്ട്. അവരൊന്നും ദാക്കിരീങ്ങളല്ല, അവര് അള്ളാനെ അല്ല ഓർക്കുന്നത്, സൃഷ്ടികളെയാണ് ഓർക്കുന്നത്. അവന് കണ്ടുപോകും, ഇവൻ കണ്ടുപോകും, അവൻ നോക്കിപ്പോകും, ഇവൻ നോക്കിപ്പോകും. ആ നോക്കുന്നവരങ്ങ് നോക്കി പോകട്ടെ, നമ്മൾ നോക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. ദിക്റിനെ പറ്റി ശരിക്ക് പഠിക്കാത്തത് കൊണ്ടാ മൗലവിമാര് വിമർശിക്കുന്നത്. ദിക്ർ ശരിക്ക് മനസ്സിലാക്കിയവര് ആടും, ദിക്ർ മനസ്സിലാക്കിയവര് ചാഞ്ചാടും. ചോദിക്കട്ടെ, ദിക്ർ എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ച ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആയിരക്കണക്കിന് ദിക്ർ പഠിപ്പിച്ച നേതാവ്, ആയിരക്കണക്കിന് ദിക്റുകൾ ചൊല്ലിത്തന്ന നേതാവ്, ആയിരക്കണക്കിന് തവണ ദിക്ർ ചൊല്ലിയ നേതാവ് ഒരിക്കലെങ്കിലും ആടിയിട്ടുണ്ടോ, ചാഞ്ചാടിയിട്ടുണ്ടോ, മുന്നോട്ടും പിന്നോട്ടും തുള്ളിയിട്ടുണ്ടോ, റൗണ്ടിൽ ഇങ്ങനെ നടന്ന് ഡാൻസ് ആടിയിട്ടുണ്ടോ? നിങ്ങളാണ് പറയേണ്ടത്, തെളിവ് നിങ്ങളാണ് പറയേണ്ടത്. വെറുതെ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല. നബിതങ്ങളിലേക്ക് എത്തുന്ന പരമ്പര ഞങ്ങൾക്കുണ്ടെന്നല്ലേ നിങ്ങൾ പറയുക? അതാ ഞങ്ങൾ ഇവിടെ നിന്നൊരു ചങ്ങല അങ്ങ് കുലുക്കിയാൽ അത് മദീനത്തെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൗളയിൽ പോയി കുലുങ്ങുമെന്ന്. അത്രത്തോളം നബിതങ്ങളോട് ഞങ്ങൾക്ക് പരമ്പരയുണ്ടെന്ന് വാദിക്കുന്ന പരമ്പരവാദികളെ, നിങ്ങൾക്ക് പരമ്പരയുണ്ടെങ്കിൽ അതൊന്ന് പറയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഇങ്ങോട്ട് വരട്ടെ പരമ്പര. ഈ ആട്ടത്തിന് ചാട്ടത്തിന് ഇല്ല, നിങ്ങൾക്ക് സാധ്യമല്ല. എന്നിട്ട് അങ്ങനെ ആടാത്ത എന്തുകൊണ്ടാണ്? ദിക്റിനെ പറ്റി ശരിക്കും ചിന്തിക്കാത്തതുകൊണ്ടാണ്. നബിതങ്ങളൊന്നും ദിക്റിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, സ്വഹാബത്തെ ചിന്തിച്ചിട്ടില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചിട്ടില്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചിട്ടേയില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തീരെ ചിന്തിച്ചിട്ടില്ല, അലി റളിയല്ലാഹു തആല അൻഹു ഒട്ടും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ദിക്ർ ചൊല്ലിയത്. ദിക്ർ ചൊല്ലിയ ശരിക്ക് ചെല്ലുന്നവരാടുന്നാണ്. അപ്പോൾ അവരൊന്നും ശരിക്ക് ചെല്ലുന്നവരല്ല. അപ്പൊ ഇവർക്ക് ദിക്റാകണമെങ്കിൽ ഹൂ ഹൂ ലാ ലാ അല്ല അല്ല ഇല്ല ഇല്ല ആഹ് ആഹ് എന്നിട്ട് ഇങ്ങനെ ആടണം, ചാടണം. ഈ രൂപത്തിലൊക്കെയുള്ള ദിക്ർ ഇത് സുന്നത്ത് ജമാഅത്തുകാരന്റെ ദിക്റല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി തന്നില്ലേ? യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വസീലാ. അതെ, ധാരാളം ദിക്ർ ചൊല്ലാനും തസ്ബീഹ് ചൊല്ലാനും പഠിപ്പിക്കുന്നു അല്ലാഹു. ആ റബ്ബിന്റെ കൽപ്പന കേട്ടുകൊണ്ട് ലോകത്തിന് തസ്ബീഹ് പഠിപ്പിക്കുന്നു.
പഠിപ്പിച്ച ദിക്ർ പഠിപ്പിച്ച നേതാവ് ആടിയിട്ടില്ല, ചാടിയിട്ടില്ല. അതാണ് സുന്നത്ത് ജമാഅത്ത്. അത് കണ്ടവരാണ് അൽ ജമാഅത്ത് ആകുന്ന സ്വഹാബത്ത്. അവരുടെ പാതയിൽ സലഫികളാണ്. ഞങ്ങൾ ദിക്ർ ചൊല്ലുന്നു, ഞങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു, ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നു. പക്ഷേ ഈ കോമാളി ആട്ടം ആടാറില്ല, തുള്ളിക്കളിക്കാറില്ല. വളരെ വ്യക്തമായി പഠിച്ചോളണം. ഇനി നോക്കണം പ്രിയപ്പെട്ടവരെ, ഔലിയാക്കളെ കുറിച്ച് ഇവരുടെ വിശ്വാസം എന്താണ്? ഇപ്പൊ ഞാൻ ഓരോന്ന് പറഞ്ഞല്ലോ. അള്ളാനെ പറ്റിയുള്ള വിശ്വാസത്തിൽ ഇവരും സുന്നത്ത് ജമാഅത്തും തമ്മിൽ ബന്ധമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള വിശ്വാസത്തിലും ഇവരും സുന്നത്ത് ജമാഅത്തുമായി ബന്ധമില്ല. കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുന്നത് ആരാണ്? നബി തങ്ങളെ നിന്ദിക്കുന്നത് ആരാണ്? മുജാഹിദുകളാണോ? എവിടെയാണ് സലഫികൾ റസൂലുള്ളാഹിനെ നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചത്? കള്ളത്തരം ഞങ്ങളുടെ മേൽ പ്രചരിപ്പിക്കുകയല്ലാതെ എന്തെങ്കിലും ഒരു തെളിവ് പറയാൻ ഇന്നുവരെ സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതേ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതാ ഏറ്റവും കൂടുതൽ നിന്ദിച്ച വർഗമാരാണ്. കേട്ടോളൂ, ആരാണ് നിന്ദിച്ചത്? നിങ്ങളൊന്ന് ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ. ആരെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ഭാര്യയെ സ്നേഹിക്കുമോ? മറ്റൊരാളുടെ ഭാര്യയെ സ്നേഹിക്കുമോ ഒരു മനുഷ്യൻ? ഏത് നിലക്ക് സ്നേഹിക്കുമോ എന്നാ ഞാൻ ചോദിക്കുന്നത്. അയാളൊന്ന് ത്വലാഖ് ചൊല്ലിക്കിട്ടിയാൽ എനിക്കവളെ ഭാര്യയാക്കാമായിരുന്നു. ഒരാളുടെ ഭാര്യയെ കുറിച്ച് ഞാൻ വിചാരിക്കുകയാണെന്ന് എനിക്കവളോട് സ്നേഹം. എന്നിട്ട് ഏത് നിലക്കുള്ള സ്നേഹം? ഒരു സത്യവിശ്വാസിനി എന്ന നിലക്കുള്ള സ്നേഹമാണോ? അല്ല. മറിച്ച് ഭർത്താവ് ത്വലാഖ് ചൊല്ലിയാൽ എനിക്ക് വിവാഹം കഴിക്കാമെന്നത് ആരെക്കുറിച്ചെങ്കിലും ഒരാൾ വിചാരിച്ചാൽ അത് ശരിക്കൊരു മനുഷ്യന് ചേർന്നതാണോ? ചേർന്നതല്ലല്ലോ. എങ്കിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഈ വിഭാഗം എന്താണ് പ്രചരിപ്പിക്കുന്നത്? മുസ്ലിമേ, നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കിക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അതാ അവിടുത്തെ വളർത്തുപുത്രനായ സയ്യിദ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വളർത്തുപുത്രനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ സൈനബ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു എന്നും ആ സ്നേഹം മനസ്സിൽ ഗോപ്യമാക്കി വെച്ചു. ശരിക്കും ശ്രദ്ധിച്ചോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ ഗോപ്യമാക്കി വെച്ചു, മറച്ചു വെച്ചു. എന്ത്? അവരോടുള്ള സ്നേഹം. ആരോട്? സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന തന്റെ വളർത്തുപുത്രന്റെ ഭാര്യയായ സൈനബിനോടുള്ള സ്നേഹം. അതുമാത്രമല്ല, സ്നേഹം മാത്രമല്ല മറച്ചു വെച്ചത്, സയ്യിദ് ഒഴിവാക്കിയാൽ വിവാഹം ചെയ്യാമെന്നതും താങ്കളുടെ മനസ്സിൽ ഗോപ്യമാക്കി. കണ്ടോ, ഇവരുടെ പരിഭാഷയിൽ ടി.കെ. അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഖുർആൻ പരിഭാഷ വ്യാഖ്യാനത്തിൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുപുത്രനായ സയ്യിദിന്റെ ഭാര്യയായ സൈനബ റളിയല്ലാഹു തആല അൻഹയോട് സ്നേഹമുണ്ടായി എന്നും സയ്യിദെങ്ങാനും ത്വലാഖ് ചൊല്ലിയാൽ അവരെ വിവാഹം ചെയ്യാമെന്നതും നബി തങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. ഇതെഴുതി വിടാൻ പാടുണ്ടോ മുസ്ലിമേ? ശരിക്ക് ചിന്തിച്ചോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരാളുടെ ഭാര്യയെ സ്നേഹിച്ചുവെന്നും അവർ വിവാഹമോചനം നടന്നാൽ തനിക്ക് വിവാഹം ചെയ്യാമെന്നും മനസ്സിൽ ആശ വെച്ചുകൊണ്ട് നടന്നു എന്ന് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് നബി തങ്ങളെ കുറിച്ച് എഴുതി വിട്ടിട്ടുള്ളത്. ഇത്രത്തോളം നബി നിന്ദ നടത്തിയ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇനിയും അതുകൊണ്ടും അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. കാന്തപുരം പറയാറില്ലേ, എനിക്ക് ഉസ്താദുമാരുടെ പരമ്പരയുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ എത്തുന്ന പരമ്പരയുണ്ട്. ആ പരമ്പരയിലെ കാന്തപുരത്തിന്റെ ഉസ്താദുമാരിൽ അയാൾ എണ്ണിയിട്ടുള്ള സദഖത്തുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന മുസ്ലിയാർ നബി തങ്ങളെ കുറിച്ചും സഹാബത്തിനെ കുറിച്ചും എന്താണ് എഴുതി വിട്ടതെന്ന് കേൾക്കണോ? ശരിക്കും ചിന്തിച്ചോ മുസ്ലിമേ? നബി തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണ്. നബി തങ്ങളും സഹാബിമാരും ബദറിലേക്ക് പുറപ്പെട്ടത്
ധനം സമ്പാദിക്കാൻ വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണ്. നബിതങ്ങളെ കവർച്ചക്കാരനാക്കിയില്ലേ? സ്വഹാബത്തിനെ കവർച്ചക്കാരനാക്കിയില്ലേ? ആ ഉസ്താദിന്റെ ശിഷ്യനായ കാന്തപുരം, ആ കാന്തപുരം പറയുന്നു, എനിക്ക് പരമ്പരയുണ്ട്. ഇങ്ങനെ നബിതങ്ങളെ കവർച്ചക്കാരനാക്കിയ ഉസ്താദ് പരമ്പരയിലുള്ള ആൾക്കാണോ അള്ളാന്റെ റസൂലിനോട് സ്നേഹമുള്ളത്? ആരുടെ കയ്യിലാണോ നബിയുടെ തിരുമുടി എത്തുന്നത്? ഇല്ല ഇല്ല. നബിതങ്ങളെ കുറിച്ച് ഒരു സാധാരണ മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പാടില്ലാത്തത് ഈ എഴുതി വിട്ടിട്ടുള്ള ഈ വിഭാഗം നബിതങ്ങളെ എത്രത്തോളം നിന്ദിച്ചോ. വെറുതെ പറയുന്നതല്ലല്ലോ, തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിച്ചത്. ഇനി നോക്കൂ, അതുകൊണ്ട് അവസാനിച്ചു പോയിനി. അതാ ഔലിയാക്കളെ സംബന്ധിച്ചുള്ളവരുടെ വിശ്വാസം എന്താണ്? അപ്പൊ അള്ളാഹിനെ കുറിച്ചും നബിതങ്ങളെ കുറിച്ചുമുള്ള വിശ്വാസത്തിൽ സുന്നത്ത് ജമാഅത്തും ഇവരുമായി ബന്ധമില്ല. ഇനി ഔലിയാക്കളെ കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നു, അതാ മുജാഹിദിന്റെ പ്രസംഗം കേട്ടുപോകരുത്, സലഫികളുടെ പ്രസംഗം കേട്ടുപോകരുത്. കാരണം അവർ ഔലിയാക്കളെ തെറി പറയുന്നു, ഔലിയാക്കളെ കുറ്റം പറയുന്നു. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, സലഫികൾ ഏത് വലിയനെയാണ് ചീത്ത പറഞ്ഞത്? സലഫികൾ ഏത് ഔലിയാക്കളെയാണ് ചീത്ത പറഞ്ഞിട്ടുള്ളത്? യഥാർത്ഥത്തിലുള്ള ഒരു വലിയനെയും സലഫികൾ ചീത്ത പറഞ്ഞിട്ടില്ല, പറയൂല. കാരണം ഖുർആൻ എന്താണ് പഠിപ്പിക്കുന്നത്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അറിയണേ, നിശ്ചയമായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് ഭയമില്ല, ദുഃഖമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നു? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ വിശ്വസിക്കുകയും ദോഷങ്ങളൊന്നും വരാതെ സൂക്ഷിച്ച് സൂക്ഷ്മതാ ജീവിതം ജീവിക്കുന്നവരുമാകുന്നു. യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമാണ് അല്ലാഹുവിന്റെ വലിയകൾ. അങ്ങനത്തെ ആളുകളെ ഇവിടെ ആരാണ് കുറ്റം പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ കുറ്റം പറയാൻ പാടുണ്ടോ? കുറ്റം പറയാൻ നമുക്ക് പാടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പം കിട്ടിയിട്ടുള്ള മഹാന്മാര് എല്ലാ കാലത്തും ഉണ്ടാകും, ഇന്നും ഉണ്ടാകും, ഖിയാമത്ത് നാൾ വരെ റബ്ബിന്റെ ദീനിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹക്കിന്റെ മേൽ നിലകൊള്ളുന്ന ഒരു വിഭാഗം ആളുകൾ എന്റെ സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ വറാ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് സലഫികൾക്ക് ഔലിയാക്കളെ ചീത്ത പറയാനാവുക, ഔലിയാക്കളെ തെറി വിളിക്കാനാവുക? എന്നാൽ അതൊന്നുമല്ല വിഷയം പ്രിയപ്പെട്ടവരെ. ഔലിയാക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ചില വ്യാജന്മാര് രംഗത്തുണ്ട്. അവർക്ക് നിസ്കാരം വേണ്ട, സകാത്ത് വേണ്ട, നോമ്പ് വേണ്ട, ഹറാമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ ഇവർ വലിയാണെന്ന് പറയുന്നുണ്ട്. അത് സമ്മതിച്ചു തരാൻ സലഫികളെ കിട്ടൂല. അതിന്റെ ദേഷ്യം തീർക്കാനാണ് ഈ പറയുന്നത്. സലഫികൾ ഔലിയാക്കളെ തെറി പറയുന്നവരാണെന്ന്, ഔലിയാക്കളെ പുച്ഛിക്കുന്നവരാണെന്ന്. അതാ CM മടവൂരിനെ കേട്ടിട്ടില്ലേ? CM മടവൂരിന്റെ അടുത്തേക്ക് പോകുന്ന ആളുകളില്ലേ? CM മടവൂരിന്റെ ദർഗയിലേക്ക് പോകുന്നവരില്ലേ? ആ CM മടവൂരിന്റെ ജീവിതകാലത്ത് നിസ്കരിക്കാറില്ലെന്ന് എഴുതിവിട്ടത് മുജാഹിദല്ലല്ലോ, നിങ്ങളല്ലേ എഴുതിവിട്ടത്. മടവൂർ CM വലിയുള്ള എന്ന പേരിലുള്ള ഈ പുസ്തകം, ഇതിൽ നിറയെ CM മടവൂരിന്റെ മൗലീദാണ്, CM മടവൂരിന്റെ മദ്ഹുകളാണ്, CM മടവൂരിന്റെ കറാമത്തുകളാണ്. ആ കറാമത്തിന്റെ കൂട്ടത്തിൽ എന്താ പറയുന്നത്? തങ്ങൾ നിസ്കരിക്കൂല. വല്ലാത്ത കറാമത്ത്. എന്നാൽ മറ്റൊരു സംഭവം, ഒരു ദിനമാനത്തിലടുത്തിട്ടോതുന്നേ ഉരിയാടുന്നെല്ലാരും നിങ്ങൾക്കെല്ലാ നിസ്കാരം അത് മുട്ടിടുവിൻ, ശരിയാണോ കാര്യവും തന്നെ. അന്നേരം കൈപ്പത്തി മലർത്തിട്ടങ്ങോ കാട്ടിയ നേരത്ത് ആക്കരമിൽ കാണുന്നൊരു പടവും എന്തൊരു നല്ല കറാമത്ത്. ഹറമിൽ വെച്ചത് നിസ്കാരം അത് മയ്യോ മുമ്പിൽ ഇമാമത്ത്. അക്കഥ കണ്ടു മുതൽ വിശവർക്കും വന്നുടനന്ന് സലാമത്ത്. കയ്യു വലിച്ചെന്നേ
മടവൂർ ശൈഖ് നിസ്കരിക്കാറില്ലത്രേ. പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഉരുളിക്കുന്ന് മേരിസായ പ്രഗത്ഭ പണ്ഡിതൻ ഉണ്ണി മൊയിൻ ഹാജി ശൈഖ് അവർകളെ നേരിൽ കണ്ടു. ഇത് ചോദിക്കാൻ തീരുമാനിച്ചു. ഉണ്ണി മൊയിൻ ഹാജി ശൈഖ് അവർകളോട് ചോദിച്ചു, ആളുകൾ പലരും പലതും പറയുന്നുണ്ടല്ലോ, സത്യം എന്താണ്? അന്നേരം മഹാനായ ശൈഖ് അവർകൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി. അത്ഭുതം തന്നെ, അതിലേറെ ആശ്ചര്യവും. സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അപാലവൃദ്ധം ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രംഗം. മഹാനായ CM അവർകളതാ അവർക്ക് ഇമാമായി നിസ്കരിക്കാത്തതെന്താണ് പോയി ചോദിച്ചയാളോട് കൈപ്പത്തി കാണിക്കുന്നു. കൈപ്പത്തി കാണിച്ചു കൊടുത്തപ്പോൾ കൈപ്പത്തിയിലതാ ഒരു സ്ക്രീന് തെളിയുന്നു. സ്ക്രീനിലതാ കഅബ പ്രത്യക്ഷപ്പെടുന്നു. കഅബക്ക് ചുറ്റും ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കാരം നടക്കുന്നു. ആരാണ് ഇമാമ്? അബ്ദുറഹ്മാൻ സുദൈസ് അല്ല, അബ്ദുല്ലാ ശുറൈം അല്ല, CM അബൂബക്കർ ചിറ്റടിമീത്തൽ അബൂബക്കറാണ്. ചിറ്റടിമീത്തൽ അബൂബക്കറാണ് ഇമാമ്. എവിടത്തെ ഇമാമ്? ഹറമിലെ ഇമാമ്. അതാ മടവൂരിൽ നിസ്കരിക്കുന്നില്ല. മൂപ്പര് നിസ്കാരത്തിന് എല്ലാ നേരവും ഹറമിലേക്ക് തന്നെ പോവുകയാണത്രേ. ഇത് CM മടവൂരിനെ കുറിച്ച് മാത്രമാണോ ഇവര് വിശ്വസിച്ചത്? മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റിയും ഈ പൊട്ടത്തരം പറയുന്നില്ലേ? വഖാലൂ ലിയാ ഹാദാ തറക്ത സ്വലാതക വലം യഅലമു അന്നീ ഉസല്ലി ബിമക്കത. ആളുകൾ ഇതാ എന്നോട് വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങളെന്താ നിസ്കരിക്കാത്തത്? ഞാൻ മക്കത്ത് വെച്ചാ നിസ്കരിക്കാറുള്ളതെന്ന് ഇവർക്കറിയില്ലല്ലോ. അപ്പൊ ജീലാനി എപ്പോഴും മക്കത്താ നിസ്കരിക്കാൻ പോകുക, ബഗ്ദാദിന്ന്. അതുപോലെ CM മടവൂരിൽ നിന്ന് നിസ്കരിക്കൂല, മക്കത്തേക്ക് പോവുകയാണ്. ഇങ്ങനെ ഒരു വലിയ ഇസ്ലാമിലുണ്ടോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാത്തൊരു വഖത്തുണ്ടോ? CM മടവൂര് നിസ്കരിച്ചില്ലെന്ന് മാത്രമല്ല, CM മടവൂരിന്റെ ഉസ്താദായ ശൈഖ് ഒരു പുലിമൈദീനായിരുന്നു. മടവൂർ ശൈഖിന്റെ ഉസ്താദിന്റെ പേരെന്താണ്? മടവൂർ ശൈഖിന്റെ ഉസ്താദിന്റെ പേര് പുലിമൊയ്തീനാണ്. പുലിമൊയ്തീന്റെ സ്വഭാവം എന്താണ്? ആ പുലിമൈദീന്റെ കാര്യം കേട്ടോ. പുലിമൈദീന്റെ കാര്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. അതെന്താണ്? പുലിമൈദീൻ 3 വർഷക്കാലം ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. 3 വർഷക്കാലം തുടർച്ചയായി അതാ ഒരു വീട്ടിൽ പുലിമൈദീൻ താമസിച്ചിട്ട് അതാ മൂപ്പരെ പറ്റി കേട്ടോ. ആരാണ്? CM മടവൂരിന്റെ ഉസ്താദ്. കേട്ടോളൂ. ചുവന്ന കണ്ണുകളും കൊമ്പൻ മീശയും. മുസ്ലിമേ, ഒരു വലിയന് പോയിട്ടൊരു മുസ്ലിമിന് കൊമ്പൻ മീശ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് താടി നീട്ടി വളർത്താനാണ്, താടി സമൃദ്ധമായി വളർത്താനാണ്. അതേ അവസരത്തിൽ മീശയതാ അത് ചുണ്ടിന്റെ ചമപ്പ് കാണുന്നത് വരെ വെട്ടിച്ചെറുതാക്കണം, അത് ചെറുതാക്കണം. കൊമ്പം മീശ പിരിച്ചു വെക്കുന്നവൻ വലിയല്ല. എന്നാൽ ഈ പുലിമൈദീൻ എന്ന് പറയുന്ന CM മടവൂരിന്റെ ഉസ്താദിന്റെ സ്വഭാവം ചുവന്ന കണ്ണാണ്, കൊമ്പൻ മീശയാണ്. പ്രഥമ ദൃഷ്ട്യാ ആരെയും ഭയപ്പെടുത്തുന്ന ശരീരപ്രകൃതിയുമായിരുന്നു. കണ്ടാൽ തന്നെ പേടിച്ചു പോകും. പിന്നെ പേടിക്കില്ലേ? പുലിത്തോല് പൊതച്ചു, കൊമ്പം മീശ ചുരുട്ടി, ആളൊരു ഗംട്ടൻ. കണ്ടാൽ തന്നെ പേടിക്കൂലേ? അതെ, അതൊക്കെ അങ്ങനെ തന്നെയാണ്. പുലിത്തോല് പുതച്ചാണ് മഹാൻ കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞിരുന്നത്. കോഴിക്കോട് നഗരത്തിൽ പുലിത്തോല് ധരിച്ചാണ് കഴിഞ്ഞിരുന്നത്. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ മൂപ്പര് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിലെ 3 വർഷക്കാലത്തിനിടയിൽ ഈ പുലിമൊയ്തീന്റെ കഥയാണ് പറയുന്നത്. ഇയാള് മൂപ്പന്റെ വീട്ടിൽ, മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ 3 വർഷക്കാലം താമസിച്ചിട്ട് ഒരു ദിവസം മഗ്രിബും ഇശായും മാത്രമാണ് മൊയ്തീൻ സാഹിബ് നിസ്കരിച്ചതത്രേ. നോക്കണം നിങ്ങൾ, 3 കൊല്ലമായിട്ട് മൂപ്പർക്ക് നിസ്കാരം ഇല്ല. ഒരിക്കൽ മാത്രം മൂപ്പര് നിസ്കരിച്ചു, മഗ്രിബും ഇശായും. അത് തന്നെ ശരിയാകുമോ? ഇല്ല. നിസ്കരിച്ച നിസ്കാരത്തിന്റെ തന്നെ കോലം കേട്ടോ. അന്ന് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഞാൻ ഹറമിൽ ഇമാമ് നിൽക്കുകയാണെന്ന് കൂടെയുള്ളവരോട് പറഞ്ഞുകൊണ്ട് സഊദിയിലെ അസ്തമയം കണക്കാക്കി മഗ്രിബിന്റെ നേരത്താണ് മൊയ്തീൻ സാഹിബ് നിസ്കരിച്ചത്. ശൈഖുനായും ആജിയാരും ബാവു എന്ന അഹമ്മദ് കോയയും സാഹിബിനെ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്തു. അതാ കോഴിക്കോട്ട് നിന്ന വീട്ടിൽ വെച്ച് സൗദി അറേബ്യയിൽ അസ്തമയത്തിന്റെ സമയം നോക്കി മഗ്രിബ്
നിസ്കരിച്ച പുലിമൊയ്തീൻ, തുടർന്ന് നിസ്കരിച്ച ശിഷ്യനായ CM മടവൂർ, അതുപോലെ തന്നെ ആചേരിക്ക, ബാത്തില് തന്നെ, മുഴുവൻ ബാത്തില് തന്നെ. 3 കൊല്ലത്തിനിടയ്ക്ക് ആകെ നിസ്കരിച്ചൊരു നിസ്കാരമാണ് മഗ്രിബ് വിഷയം, അതും തന്നെ കുളത്തിലാണ്, ബാക്കിയുള്ളവർ നിസ്കരിച്ചതുമില്ല. ഇങ്ങനത്തെ ആളുകൾ ഔലിയാക്കളാണല്ലേ? ഇവരെ വലിയകളായി സലഫികൾ അംഗീകരിക്കണമല്ലേ? സുള്ളിയയിലെ മുസ്ലിമീങ്ങളോട് മാത്രമല്ല, ഈ ശബ്ദം ഇനിയും ശ്രവിക്കാൻ പോകുന്ന സർവ്വ മുസ്ലിമീങ്ങളോടും പറയട്ടെ, ഇങ്ങനെ ഒരു വലിയനെ സലഫികൾ അംഗീകരിക്കൂല. ഇതാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ആളുകളാണ് ഇവരുടെ ഔലിയാക്കന്മാര്. അതുകൊണ്ടും തീർന്നില്ലല്ലോ. ഇനി ഇവർക്കൊരു ജാറമുണ്ടാകണമെങ്കിൽ ആള് വേണമെന്നുണ്ടോ? പല ജാറങ്ങളിലും ആരാണ് അറിഞ്ഞുകൂടാ. പട്ടിയെ കുഴിച്ചിട്ട സ്ഥലമുണ്ട് പോലും ഞങ്ങൾ എഴുതിയതല്ല, നിങ്ങൾ എഴുതിയതാണ്. നിഷേധിക്കുകയാണെങ്കിൽ അതിനൊക്കെ വായിക്കാനും പാടുമുണ്ട്. അറിയപ്പെടാത്ത മൺകൂനകൾ ആരാണെന്ന് പോലും അറിയില്ല, മനുഷ്യനാണെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള മൺകൂനകൾ ഉയർന്നു വരികയാണ്. മാത്രമല്ല, അതേ മലപ്പുറം ജില്ലയിലെ പുതുവന്നാനിയിൽ ഒരു അടിഞ്ഞീവിയില്ലേ, അടിഞ്ഞീവിയാണ്, അഥവാ കടലിൽ നിന്ന് അടിഞ്ഞ ശവമാണ്. ആ മുനമ്പത്തെ ബീവി എന്ന് പറയുന്ന ബീവി ബഹറിൽ നിന്നിങ്ങനെ ഒഴുകി വന്ന ബീവിയാണ്. എന്താണ് അവർ തന്നെയും പ്രചരിപ്പിക്കുന്നത്? ബഹറിൽ നിന്നൊഴുകി വന്നെത്തിയ ബീവിയാൾ മഹദീസിമിനെ അറിയൂല ആരാലും, ബീവി ബാലദീനെ അറിയൂല ആരാലും, ബീരിയ പെറ്റോരെ മയ്യത്ത് കണ്ടോരും. ബഹറിന്നൊരു ശവം ഇങ്ങനെ വന്നതാണ്. മഹദിയുടെ പേരറിയൂല, ഊരറിയൂല, ഊരറിയാത്ത പെണ്ണാണ്. അതേ പേരറിയാത്ത പെണ്ണാണ്. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ വരുമാനം കിട്ടാൻ വേണ്ടി എവിടെ നിന്നോ അടിഞ്ഞ ഒരു ശവം കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് അതാ ഫാത്തിമത്തു സുഹ്റ എന്ന പേരുമിട്ടിട്ട് ഒരു തട്ടിപ്പ് പുതുവന്നാനിയിൽ നിന്നും അരങ്ങേറുന്നില്ലേ? പല സ്ഥലങ്ങളിലെയും കഥകൾ അങ്ങനെയല്ലേ? ആരാണ് വന്നതെന്നറിയുമോ? സുള്ളിയയിലെ ആളുകൾക്കും പരിചയമില്ലേ? അതാ ചിലരെയൊക്കെ അതാ ഇപ്പോൾ പ്രത്യേകം സഖാഫ് തങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, മാമ്പിളി തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. എവിടത്തുകാരനാണ്, ആരാണ്, എവിടെ നിന്ന് വന്നതാണ്, എവിടെ നിന്ന് കിട്ടിയതാണ്? ആ പുഴയിലൂടെ വലിച്ചു വന്നിട്ടുള്ള ഒരു മയ്യത്ത് അതാ അടക്കം ചെയ്തിട്ട് ആരാണെന്താണെന്ന് അറിയാത്തതിന് വലിയായി കൊണ്ട് നടക്കുന്ന ഈ രൂപത്തിലുള്ള സ്വഭാവങ്ങൾ, പ്രിയപ്പെട്ട മുസ്ലിമേ, ഇത് വലിയായിട്ട് അംഗീകരിക്കാൻ എങ്ങനെ ഒരു മുസൽമാന് സാധിക്കും? ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല എന്നാണ് പുതുവന്നാനി ബീവിയെ കുറിച്ച് പറഞ്ഞത്. ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാനർ നിറഞ്ഞുള്ള നാട് അത്. വെളിയങ്കോട്ടും കളി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാനരൊക്കെ പെറ്റ നാട്. ഊരും പേരറിയാത്ത ബീവിയാണ്, അതാണ് അടിഞ്ഞീവി എന്ന് പറഞ്ഞത്. പിന്നെ എന്താ മുപ്പത്തിയേർക്കുള്ള മഹത്വം? വെളിയങ്കോട്ടും മറുകാലിയും കുഞ്ഞിമരക്കാർ ഷഹീദും ഒക്കെ പിറന്ന നാട്ടിലാണ് ആ ജപം വന്നത്. അതാണ് പ്രത്യേകത. എന്നാൽ പിന്നെ മഹാന്മാര് ജീവിച്ച സ്ഥലത്ത് ജീവിച്ചവരൊക്കെ മഹാന്മാരായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ജീവിച്ച മക്കയിലല്ലേ അബൂജഹിൽ വന്നത്, അബൂലഹബ് ഉണ്ടായത്? അവർക്ക് വല്ല പവറുമുണ്ടോ? അവർക്ക് വല്ല സ്ഥാനവും മുസ്ലിമീങ്ങൾ കൽപ്പിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. അതുകൊണ്ടാണ് ഒരു നാട്ടിൽ പറക്കലല്ല മഹത്വം, മറിച്ച് അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, ഈമാനും തഖ്വയും ഉണ്ടാകലാണ് വിലായത്തിന്റെ ശരിയായ നിലക്കുള്ള അടയാളമെന്ന് ഖുർആനിൽ നിന്ന് സലഫികൾ മനസ്സിലാക്കുന്നു, മുസ്ലിമീങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. അങ്ങനെ ഓരോന്നോരോന്ന് പുതിയതായിട്ട് കൊണ്ടുവരികയാണ്. മറ്റൊരു ചങ്ങാതിനെ കാണണോ നിങ്ങൾക്ക് വലിയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വേറൊരു ചങ്ങാതിയുണ്ട്. അതാരാണ്? കണ്ടോ നിങ്ങൾ? എന്താണ് ആ വലിയന്റെ പ്രത്യേകത? കയ്യിലതാ എപ്പോഴും പുല്ലാങ്കുഴലാണ്. പുല്ലാങ്കുഴല്ല ഉലിയപ്പാപ്പ. മടവൂര് മുക്ക് എന്ന് കേട്ടിട്ടില്ലേ? മടവൂര് മുക്കല്ല, മടവൂര് കോട്ട. മടവൂര് കോട്ടയിൽ നിന്നുള്ള സ്നേഹോപഹാരം കണ്ടില്ലേ? ഒരു ചങ്ങാതി ക്ലീൻ ഷേവുകാരൻ
ഒരു ചങ്ങാതി അതാ ജുബ്ബയിട്ട് നിൽക്കുന്നു. മൂപ്പരുടെ കയ്യിലതാ ഓടക്കുഴലാണ്, അഥവാ സംഗീതം പൊഴിക്കുന്ന വീണയാണ്. മൂപ്പരുടെ ആശ്രമത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അതാ അവിടെ നിന്നിങ്ങനെ എന്താണ് കേൾക്കുക? ഇവിടെ ഹിന്ദുസ്ഥാനി സംഗീതം ഹരിതങ്ങളെ തലോടി ഇളം തന്നലിൽ അലിഞ്ഞു ചേരുകയാണ്. അബ്ദുറഹ്മാന്റെ കറുത്ത മുത്ത് എന്ന വരികൾക്ക് ജീവൻ നൽകുന്ന ബിലാലിന്റെ ബാങ്കൊലിയും നേരങ്ങളെ കടമെടുത്ത് ഉദയവും അസ്തയവുമെല്ലാം സംഗീതമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. മടവൂർ കോട്ട എന്ന ആധ്യാത്മിക കേന്ദ്രത്തിന്റെ അധിപൻ ഹാർമോണിയത്തെ കെട്ടിപ്പിടിച്ചിപ്പോൾ സംഗീതത്തിന്റെ ആത്മാവിലാണ്. കണ്ടോ, അതാ ശൈഖദ എന്തിനെ കെട്ടിപ്പിടിച്ചിട്ടായിരിക്കുന്നത്? ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഹാർമോണിയ വായിക്കുന്ന ഔലിയപ്പാപ്പ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാർമോണിയം അനുവദിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സാന്ദർഭികമായി പറയട്ടെ, ഹാർമോണിയവും തബലയും ഗിറ്റാറും അതുപോലെ തന്നെ വീണയും അതുപോലെ തന്നെ ബാൻഡ് വാദ്യങ്ങളും കുഴൽ വിളിയും അതുപോലെ തന്നെ ചെണ്ടയടിക്കലും അതുപോലെ തന്നെ മദ്ദളം കൊട്ടലും എല്ലാം ഇസ്ലാമിൽ ഹറാം തന്നെ. അതുപയോഗിച്ചുള്ള ഒരു പാട്ടും കേൾക്കൽ അനുവദനീയമല്ല. അത് മൊബൈലിലൂടെയാണെങ്കിലും ഇന്റർനെറ്റിലൂടെയാണെങ്കിലും വീട്ടിലെ ടിവിയിലൂടെയാണെങ്കിലും ഈ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പാട്ടും കേൾക്കണ്ട, അത് ഉപയോഗിക്കണ്ട. ഇതൊക്കെ ഹലാലാണെന്ന് പറയുന്ന കക്ഷികൾ ലോകത്ത് വരുമെന്ന് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഇയാളാണത്രേ ഔലിയപ്പാപ്പ, ഇയാളാണത്രേ വലിയ വലിയ നേതാക്കന്മാർക്കൊക്കെ ബറക്കത്ത് കൊടുക്കുന്ന ഔലിയ. എങ്ങനത്തെ ഔലിയ? നബി തങ്ങൾ വിരോധിച്ച ഹാർമോണിയത്തെ കെട്ടിപ്പിടിച്ച് നടന്ന് പുല്ലാങ്കുഴൽ വായിച്ച് വീണയും വായിച്ച് നടക്കുന്ന അതേ ഈ ഔലിയപ്പാപ്പാക്ക് പാട്ട് പഠിപ്പിച്ച ഉസ്താദ് ആരാണെന്നോ? എസ് ബാബുരാജ് എന്നും പറയണ്ട. ഇയാൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദ് ബാബുരാജാണത്രേ സംഗീതം പഠിപ്പിച്ചത്. അങ്ങനെ ഇയാൾക്ക് എല്ലാ സംഗീതങ്ങളും അറിയാം. ഏതൊക്കെ സംഗീതങ്ങൾ അറിയാം? അതേ ഹിന്ദോളം, അതേ മോഹനം, ഹാർമോണിയത്തിൽ മോഹനം, ഹിന്ദോളം, ആനന്ദ ഭൈരവി തുടങ്ങി ഒട്ടനവധി രാഗങ്ങൾ മൂപ്പര് വായിക്കും. ഉസ്താദ് ബാബുരാജാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, ഇവരൗലിയായിട്ട് ഞങ്ങൾ അംഗീകരിക്കണമെന്നോ? അതുപോലെ തന്നെ പുരുഷന് സ്വർണം മണിക്കൽ ഹറാമല്ലേ? CM മടവൂര് അതാ വിരളിൽ സ്വർണമണിഞ്ഞിരുന്നയാളാണ്. താടി ക്ലീൻ ഷേവായി നടന്നിരുന്നയാളാണ്. പരിശുദ്ധ റമദാനിന് പോലും ചായ കുടിച്ചയാളാണ്. എപ്പോൾ? പകൽ സമയത്ത് പരസ്യമായി അതാ ചായ കുടിക്കുകയും തന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് നിർബന്ധിപ്പിച്ച് ചായ കൊടുത്തയാളാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, ഇനിയെങ്കിലും ചിന്തിച്ചോ, സലഫികൾ ആരെയെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് എതിർക്കുന്നത്. അതല്ലാതെ റബ്ബ് പരിചയപ്പെടുത്തിയ അലാ ഇന്ന ഔലിയാ അല്ലാഹ് അതിൽപ്പെട്ട ഒരാളെയും മുജാഹിദുകൾ സലഫികൾ എതിർക്കൂല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇവർക്കെന്താണ് നടത്തിക്കൂടാത്തത്? ഇവരുടെ ഒരു പത്രമില്ലേ, സിറാജ് എന്ന് പറയുന്ന പത്രം. ആ പത്രത്തിലൂടെ ഇവരും മാധ്യമം എന്ന് പറയുന്ന ജമാഅത്തുകാരനുണ്ട്. അവരുടെ പത്രത്തിലൂടെ അവരും പെണ്ണിന്റെ മേനി പ്രദർശിപ്പിച്ചുകൊണ്ട് അതാ ആണുങ്ങളുടെ കണ്ണുകൾക്ക് സുഖം പകരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്, അതേ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നോക്കലെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആൾക്കാരാണെന്ന് പറയുന്ന കക്ഷികളതാ സിറാജ് പത്രത്തിലൂടെ മാധ്യമം പത്രത്തിലൂടെയൊക്കെ പെണ്ണിന്റെ ശരീരം അതാ പ്രദർശിപ്പിച്ചുകൊണ്ട് ജ്വല്ലറിക്കാരിൽ നിന്ന് കാശ് വാങ്ങുന്നു, തുണിഷാപ്പുകാരിൽ നിന്ന് കാശ് വാങ്ങുന്നു. ഇവർക്കെന്താ ചെയ്തുകൂടാത്തത്? എത്രയെത്ര ആ രൂപത്തിലുള്ള വൃത്തികെട്ട ചിത്രങ്ങളാണ് ഇവർ സിറാജിൽ കൊടുത്തത്. എന്നിട്ടും ഇവരുടെ മുസ്ലിയാന്മാര് പ്രസംഗിക്കുന്നു എന്ത്? ഓ സുന്നത്ത് ജമാഅത്തുകാരെ, എല്ലാ വീട്ടിലും ഒരു സിറാജ് വരുത്തിക്കൂടെ എന്നിവർ ചോദിക്കുന്നുമുണ്ട്. ഓരോ വീട്ടിലും നമുക്ക് മാസികകളും വാരികകളും എത്തിച്ചുകൂടെ? ഓരോ വീട്ടിലും നമുക്ക് സിറാജ് ദിനപത്രം എത്തിച്ചുകൂടെ? ഓരോ വീട്ടിലും നമുക്ക് മാസികകളും വാരികകളും എത്തിച്ചുകൂടെ? ഓരോ വീട്ടിലും നമുക്ക് സിറാജ് ദിനപത്രം എത്തിച്ചുകൂടെ? ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇതാണോ എല്ലാ വീട്ടിലും വരുത്തേണ്ടത്? ഈ വൃത്തികെട്ട ചിത്രങ്ങൾ അടങ്ങുന്ന മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്ന ഈ രൂപത്തിലുള്ള സംഗതികൾ സുന്നത്ത് ജമാഅത്താണോ?
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇസ്ലാമിൽ അടിസ്ഥാനമുള്ളത് ചെയ്യണം. ചിലർക്ക് ഇപ്പൊ ഏതാ പുതിയൊരു പരിപാടി, കോടി സലാത്താണ്, ലബ്ബൈക യാ റസൂലല്ലാഹ്, ലബ്ബൈക യാ റസൂലല്ലാഹ് എന്നും പറഞ്ഞിട്ട് ഒരു കോടി സലാത്ത് ഹദിയ ചെയ്യാ. ഓരോ വീട്ടിൽ നബീസക്കുട്ടിയുടെ വക 1000 സലാത്ത്, ഫാത്തിമ കുട്ടിയുടെ 1000 സലാത്ത്, അമ്മദാക്കാന്റെ 1000 സലാത്ത്, അബൂബക്കറാക്കാന്റെ 3000 സലാത്ത്, ഇതെല്ലാം കൂടി മോലിയരെ ഏൽപ്പിക്കണം. എന്നിട്ട് മോലിയർ ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ലബ്ബൈക യാ റസൂലല്ലാഹ്, അങ്ങയുടെ തിരുഹദറത്തിലേക്ക് ഇതാ 1 കോടി പാർസലാക്കുന്നു എന്നും പറഞ്ഞൊരു കോടി സലാത്ത് പാർസലാക്കുന്ന പുതിയൊരു അനാചാരം നബിതങ്ങൾ പഠിപ്പിച്ചതാണോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാണോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാണോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാണോ? അലിയാരി തങ്ങൾ പഠിപ്പിച്ചതാണോ? വാശി മാറ്റി വെച്ചുകൊണ്ട് ചിന്തിക്ക്. ഞങ്ങൾ സ്വലാത്തിനെതിരല്ല, സ്വലാത്ത് ചൊല്ലണം. അത് നിങ്ങളെപ്പോലെ ഇങ്ങനെ കോടി സ്വലാത്ത് ഇങ്ങനെ പാർസലാക്കുന്ന രീതിയല്ല. ഓരോരുത്തരും അവരവർക്ക് പുണ്യം കിട്ടാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലണം. എപ്പോഴും അവർ ചൊല്ലണം, സൗകര്യം കിട്ടുമ്പോഴൊക്കെ ചൊല്ലണം. 1-ന് 10 സ്വലാത്തിന്റെ പ്രതിഫലം, 1-ന് 10 പുണ്യം ലഭിക്കുന്ന സൽക്കർമ്മമാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ. അതേ അവസരത്തിൽ അതാ ജനങ്ങളിൽ നിന്ന് കാശ് കിട്ടാനും ജനങ്ങളിൽ നിന്ന് പേര് കിട്ടാനും വേണ്ടി സ്വലാത്ത് കച്ചവടം നടത്തുന്നു. സ്വലാത്ത് കച്ചവടം അതാ ഏപ്പിക്കാര് നടത്തുന്നു എന്ന് ഈക്കക്കാര് തന്നെ പറയുന്നില്ലേ? എന്തേ, നിങ്ങളൊക്കെ ഒന്നല്ലേ? ഞങ്ങളൊക്കെ സുന്നികളാണ്, ഞങ്ങൾക്കിടയിൽ ഒരു തർക്കവുമില്ല. EKP സംസ്ഥാനമൊക്കെ ഒന്ന് തന്നെയാണ്, നിങ്ങൾ എപ്പോഴും പറയുന്നുമുണ്ടല്ലോ. എങ്കിൽ ചോദിക്കട്ടെ, കൂരിക്കുഴിക്കാരനൊരു സലാത്ത് നടത്തുന്നില്ലേ? കൂരിക്കുഴിക്കാരനൊരു സലാത്ത് നടത്തിയില്ലേ? അതേ, കൊല്ലത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു നാടക നടനെ കൊണ്ട് സലാത്തിന്റെ മജ്‌ലിസിൽ ഇരുത്തിയിട്ട് വികലാംഗനായി അഭിനയിപ്പിച്ചില്ലേ? ഞാൻ ഓർക്കട്ടെ, ഒരൊറ്റക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. കൂലിക്കുഴിത്തങ്ങൾ, നിങ്ങൾ കേട്ടിരിക്കില്ലേ കൂലിക്കുഴിത്തങ്ങൾ? ആരാണ് ഈ കൂലിക്കുഴിത്തങ്ങൾ? ആരാണ് സ്വലാത്ത് നഗർ ഫസ്റ്റ് ആരംഭിച്ച തൃശ്ശൂർ ജില്ലയിൽ? ഈ കൂലിക്കുഴിത്തങ്ങൾ സ്വലാത്ത് ഇങ്ങനെ ആൾ കൂടി വന്നു. ഇങ്ങനത്തെ കറാമത്താ, ഇമ്മാതിരി കറാമത്ത്. എങ്ങനെയാ പൊളിഞ്ഞത്? കറാമത്ത് പിടിച്ചു ആൾക്കാർ. എങ്ങനെ കറാമത്ത് പിടിച്ചത്? കൊല്ലത്ത് നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അഭിനയിക്കാൻ കഴിയും 2000 രൂപ കൊടുത്ത് അംഗവൈകല്യം ബാധിച്ച നിലയിൽ ഇയാൾ സ്വലാത്ത് നഗറിൽ കൊണ്ടുവന്നിരുത്തി. ഇയാൾ ഇങ്ങനെ കൊക്കിച്ചാടി വരിക. നാടകത്തിൽ അഭിനയിക്കുന്ന ആൾ, ആ വിദഗ്ധന്മാർ 2000 രൂപ കിട്ടുന്ന കാര്യമല്ലേ? അയാൾ അംഗവൈകല്യത്തോടെ മുമ്പിൽ വന്നിരുന്നിട്ട് സ്വലാത്തിൽ കൂടി ദുആക്ക് പങ്കെടുത്തു. അംഗവൈകല്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന സുഹാകാം. ഇയാൾ ആ സദസ്സിൽ വന്നിരുന്ന ആൾക്കാർ കണ്ടിരുന്നു. ദുആ കഴിഞ്ഞപ്പോൾ ഇയാളെ കാലിന് നേരെയായി ആരോഗ്യത്തോട് എണീറ്റ് ഓടാൻ തുടങ്ങിയ സദസ്സിൽ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഒരു 100 ശുക്ർ. നമ്മുടെ സ്വലാത്ത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അംഗവൈകല്യം തത്സമയം സുഖപ്പെട്ടിരിക്കുന്നു. ഇത് ആളുകൾ പിടിച്ചു. ഇയാളെ കയ്യോട് കൂടി പിടികൂടിക്കൊണ്ട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ മഹൽ നിന്നെ പുറത്താക്കി. സ്വലാത്തിന്റെ പേരിലുള്ള ചൂഷണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ തരത്തിൽ മഹാന്മാര്, ഏതൊക്കെ മഹാന്മാരായ മുസ്ലിം സഹോദരന്മാർ പ്രാധാന്യം കൽപ്പിക്കുന്നു? പള്ളികളോട് സ്നേഹം, പള്ളിയുടെ പേരിൽ തട്ടിപ്പ്, പള്ളിയുടെ പേരിൽ വഞ്ചന. അമീറുൽ മസാജിദ് ഫിൽ ഹിന്ദ്, ഇന്ത്യൻ പള്ളിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് അറബ് നാട്ടിൽ പരിചയപ്പെടുത്തി അയാൾ എത്ര വ്യാജമായ പിരിവുകളാണ് നടത്തുന്നത്. ഞാൻ വിശദീകരിക്കാൻ ഒരു സംഭവം പറഞ്ഞുതരാം. കൂരിക്കുഴിക്കാരനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചപ്പോൾ വികലാംഗനായി അഭിനയിച്ചു വന്ന നാടക നടനത സദസ്സിലൂടെ ഓടിയില്ലേ? കാലിന് തകരാറില്ലെന്ന് കാണിച്ചില്ലേ? തട്ടിപ്പ് കോയാ, തട്ടിപ്പ് കോയാ, നല്ല കോയാ, ബുഖാരി കോയാ, കൂരിക്കുഴി കോയാ. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണോ സ്വലാത്ത്? ഇവരാണോ സ്വലാത്ത്? അതേ അവസരത്തിൽ സലഫികൾ സ്വലാത്ത് ചൊല്ലുന്നു. അവരതാ എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്നു. അതിങ്ങനെ ആളെ കാണിക്കാനല്ല. എത്രത്തോളം ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനും ആളുകളെ കാണിക്കാനും വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും കൂലിയുണ്ടെന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? ഇസ്ലാമിൽ ഏതൊരു ഇബാദത്തും ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ ബാത്തിലല്ലേ, കൂലിയില്ലല്ലോ. എന്നിട്ട് ഇവര് സുന്നത്ത് ജമാഅത്താനും പറഞ്ഞിട്ട് പറയാണ്, ഞങ്ങൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചെല്ലിയാലും കൂലി ഉണ്ട്. ആരാ കൂലി തരിക? അല്ലാഹ് കൂലി തരൂല.
അള്ളാന്റെ കൂലി തരൂല. നിങ്ങൾക്ക് സാധുക്കളെ പറ്റിച്ചവരുടെ പോക്കറ്റിലെ പണം വാങ്ങാം, ആ കൂലി വാങ്ങാം എന്നതല്ലാതെ അള്ളാന്റെ അടുക്കൽ നിന്ന് അള്ളാന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ലാതെ സ്വലാത്ത് ചൊല്ലിയാൽ കൂലിയില്ല കേട്ടോ. ആളുകളെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും കൂലിയുണ്ടെന്ന് പറയുന്ന കക്ഷികളെ, നിങ്ങളും സുന്നത്ത് ജമാഅത്തും തമ്മിൽ എന്താണ് ബന്ധം? മാത്രമല്ല ചിലരതാ ഇനിയും സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് അവര് ജനാസ കൊണ്ടുപോകുമ്പോൾ ഉച്ചത്തിൽ ദിക്ർ ചൊല്ലുകയാണ്, ജനാസ കൊണ്ടുപോകുന്ന നേരത്ത് ഇങ്ങനെ ദിക്ർ ചൊല്ലുകയാണ്. അതേ സലഫികൾ അത് ചെയ്യാറില്ല. എന്താണ് കാരണം? ദിക്റിനോട് എതിർപ്പുണ്ടായിട്ടല്ല. ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ജനാസ കൊണ്ടുപോകുമ്പോൾ മൗനം പാലിച്ചാണ് കൊണ്ടുപോയത്. മൗനം പാലിച്ചു പോകണം. എന്താണ് മൗനത്തിന്റെ അർത്ഥം? റബ്ബേ, എനിക്കും മരിക്കണമല്ലോ, ഞാനും ഒരു നാൾ ഇതുപോലെ തന്നെ ഒന്നും കയ്യിലില്ലാതെ വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ അമറു മിൻ മൻസിലിൻ ളല്ല ഖാലിയാ വഅൻത ഗദൻ ഔ ബഅദഹു ഫീ ജിവാരിഹിം വഹീദൻ ഫരീദൻ ഫിൽ മഖാബിരി സാവിയാ. എടോ മനുഷ്യ, എത്ര വലിയ മുതലാളിയാണെങ്കിലും എത്ര വലിയ മുതലാളി പെണ്ണാണെങ്കിലും അതാ ഒരു പണത്തൂക്കം പൊന്നു കൊണ്ടുപോകാൻ ഖബറിലേക്കില്ലല്ലോ. പഞ്ഞിയും കഫം പുടവയുമല്ലാതെ എന്താ നിന്റെ ശരീരത്തിൽ കെട്ടിപ്പൊതിഞ്ഞപ്പോൾ വെച്ചത്? ഒരു തരി സ്വർണമുണ്ടോ? ഒരു തരി റിയാലുണ്ടോ? ഒരു തരി പണമുണ്ടോ? ഏത് മുതലാളിയാണെങ്കിലും കഫൻ പുടവയിൽ കെട്ടിപ്പൊതിഞ്ഞ് അതാ ഖബർസ്ഥാനിലേക്ക് പോയില്ലേ, ഖബറടക്കിയില്ലേ. അവിടെ ആരാ ഇനി തുണയുള്ളത്? അവൻ ചെയ്ത അമലല്ലാതെ എന്ത് രക്ഷയാണുള്ളത്? ഈ ബോധത്തോടുകൂടി എനിക്കും പോകണമല്ലോ ഇതുപോലത്തെ ഒരു വാഹനത്തിൽ എന്ന് ചിന്തിച്ച് അതാ മരണചിന്തയിൽ പരലോക ബോധത്തിൽ മനസ്സിനെ ഉടക്കി നിർത്തിക്കൊണ്ട് മൗനം പാലിച്ചുകൊണ്ട് ജനാസയുടെ പിന്നാലെ പോകണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ചവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേ അവസരത്തിൽ ഇവരുച്ചത്തിൽ ദിക്ർ ചൊല്ലും. സലഫികളെ ചൊടിപ്പിക്കാൻ വേണ്ടി കൂടുതൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ചൊല്ലും. ഇപ്പൊ ഇവർക്ക് ഇനിയിപ്പോ അതൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ട്. ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈജിപ്തിലൊക്കെ ജനാസ കൊണ്ടുപോകുമ്പോ ബുറുദയാണത്രേ ചൊല്ലുന്നത്. ഈജിപ്തിൽ ബുറുദയാണത്രേ ജനാസയുടെ കൂടെ ചൊല്ലുന്നത്. അതേ ഇന്ന ഹോജ ഇന്ന ഹിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇവര് പറയുന്നു. ഓ പ്രിയപ്പെട്ടവരെ, അതും കൂടി നടപ്പിലായാൽ നല്ല ശേലുണ്ടാകും. ജനാസ കൊണ്ടുപോകുമ്പോ ഉഗ്രം പാട്ട്. അല്ലാമ ഹാജി ഖലീഫ തന്റെ കശ്ഫുൽ നുനൂൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഹത്താ തുഖറഅ, ആ ബുർദ ചൊല്ലപ്പെടുന്നു അമാമൽ ജനായിസി, ഈജിപ്ത് ഭാഗത്ത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വരെ ബുർദ ചൊല്ലി കൊണ്ടുപോകുന്ന സ്വഭാവം സ്വാലിഹീങ്ങൾ ചെയ്തു. നമ്മുടെ നാട്ടിലും പഴയ കാലത്ത് വാളിന്റെ സദസ്സുകൾ ബുർദ കൊണ്ടായിരുന്നു തുടങ്ങിയിരുന്നത്. ഇപ്പോഴാണ് ഈ ബുർദ വന്നത്. അല്ല, ആദ്യം കാലത്തെ ബുർദയുണ്ട്. ജനാസ കൊണ്ടുപോകുമ്പോ പാട്ട്, ഏതാ പാട്ട്? യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ അമീമി മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിമി അമിൻ തദകുരി ജിറാനിൻ ബിദി സലാമി മാ സജ്ദ ഇനിയിപ്പോ അതാ വരാൻ പോണത്. ഇനിയിപ്പോ അതാണ് ജനാസയുടെ കൂടെ. അത് ഈ രീതിയൊക്കെ പോകും. കാരണം വേറൊരു സഖാഫി പറഞ്ഞിട്ടുണ്ട്, മൈക്കിൾ ജാക്സൺ സ്റ്റൈലിൽ പാടുന്നു. പഴയ രീതിക്ക് പഴയത് തന്നെ, പുതിയതിൻ്റെ പുതുമ, ഒരു പുതുമ നൽകുക, ഒരു എല്ലാത്തിനും ഒരു നവത്വം നൽകുക. എന്നിട്ടിങ്ങനെ മറ്റേ മൂപ്പരൊരു പാട്ട് പാടുന്നുണ്ട്, ഞാനത് പാടുന്നില്ല, എൻ്റെ നാവ് കൊണ്ട് ഒരു ഹിന്ദി പാട്ടൊക്കെ പാടുന്നുണ്ട്. ആ പാട്ടിൻ്റെ സ്റ്റൈലിൽ ഇങ്ങനെ പാടണമെന്നാ. അതല്ലാതെ പണ്ടത്തെ ആൾക്കാരിങ്ങനെ ഒരു ടോർച്ചും ഇങ്ങനെ കൈ തൊക്കിൽ വെച്ച് ഒരു തോർത്ത് കൊണ്ട് ഇങ്ങനെ തലി കെട്ടിയിട്ട് മൗലായ, അതൊന്നും ഞങ്ങൾ ചെല്ലൂല, ഞങ്ങളിങ്ങനെ മൈക്കിൾ ജാക്സൺ സ്റ്റൈൽ, പഴയതിന് പുതിയ ജീവൻ നൽകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അക്കോലത്തിലൊക്കെ ജനാസ കൊണ്ടുപോകാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? കാരണം ഈജിപ്തിൽ ബുറുദയാണ്. അപ്പൊ ബുറുദ സ്റ്റൈലിൽ പിടിക്കൊണ്ട് ഇറങ്ങിയാൽ ഇനി ഇങ്ങനെ ആമീൻ തദക്കുരി ഞാൻ ചില സ്റ്റൈലിലൊന്നും ആവില്ല, വേറെ ചില സ്റ്റൈലിലൊക്കെ ജാക്സൺ സ്റ്റൈൽ നമുക്ക് പറയുന്നത്, ആ സ്റ്റൈലിലൊക്കെ ജനാസ കൊണ്ടുപോയാൽ എന്തായിരിക്കും സ്ഥിതി? എടോ മുസ്ലിമേ, പ്രിയപ്പെട്ട സഹോദരാ, ഇത് ക്രിസ്ത്യാനിയുടെ വിശ്വാസമാണ്. ക്രിസ്ത്യാനിയാണ് പാട്ടും പാടി സംഗീതോപകരണങ്ങളും കൊണ്ട് മയ്യത്ത് കൊണ്ടുപോകാറുള്ളത്.
മുസ്ലിമേ, മുസ്ലിമിന്റെ സംസ്കാരം അത് മരണത്തെ ഓർത്ത് പരലോകത്തെ ഓർത്തുകൊണ്ട് മൗനമായി കൊണ്ട് ജനാസ കൊണ്ടുപോകലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഒരു പാട്ടും പാടിയിട്ടില്ല, ഒരു ദിക്റും അവർ ഉച്ചത്തിൽ ചൊല്ലിയിട്ടില്ല, ഒരു ദിക്റു ചൊല്ലിയിട്ട് അവര് പോയിട്ടില്ല. ആ സമ്പ്രദായമാണ് വേണ്ടത്. മൗനം പാലിച്ചു പോകലായിരുന്നു നബി തങ്ങളുടെയും സഹാബത്തിന്റെയും കാലത്തെ രീതി എന്ന് അതാ റഹ്മത്തുള്ളാഹി ഖാസിമിക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. എത്രയോ ഇടങ്ങളിൽ അത് കേൾപ്പിച്ചതുമാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെയും ഇവര് സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷിയിലല്ല. എത്രത്തോളം ഒരു മുസ്ലിം ഉറങ്ങാൻ കിടക്കുമ്പോ എന്താ പറയേണ്ടത്? നബി തങ്ങൾ എന്താ പഠിപ്പിച്ചത്? അതാ ഉളു എടുക്കണം. ഉദുവെടുത്തിട്ടോ ആയത്തുൽ കുർസി ഓതണം, ആമന റസൂൽ തുടങ്ങുന്ന ആയത്തോദനം, ഖുൽ ഹുവല്ലാഹ് ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതണം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണം, സുബ്ഹാനല്ലാഹ് 33 പറയണം, അൽഹംദുലില്ലാഹ് 33 പറയണം, അല്ലാഹു അക്ബർ 34 പറയണം. അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലണം. അവസാനം എന്തു പറയണം? ആമൻതു ബി കിതാബിക്കല്ലദീ അൻസൽത വബി നബിയിക്കല്ലദീ അർസൽത. ഇതും പറഞ്ഞുകൊണ്ട് ഒരാൾ അതേ ഉറങ്ങിപ്പോയാൽ ആ ഉറക്കത്തിലെങ്ങാനും ആ മനുഷ്യൻ മരണപ്പെട്ടുവെങ്കിൽ ശുദ്ധമായ ഫിത്രത്തിൽ അഥവാ മുസ്ലിമായ മരണമാണ് മരിച്ചതെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അതാ സുന്നത്ത് ജമാഅത്തിന്റെ പാറ്റന്റുമായി നടക്കുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെട്ട് നടക്കുന്ന അതേ ഈ പുരോഹിതന്മാരിൽപ്പെട്ട ഒരഹ്സനി എന്താ പറയുന്നത്? ഉറങ്ങാൻ കിടക്കുമ്പോഴും ലാ യാക്റമൽ ഖൽഖി മാലി നബി തങ്ങളെ വിളിച്ചുകൊണ്ട് തേടിയിട്ടാ ഉറങ്ങേണ്ടത്. ഇതാണോ ഇസ്ലാമിന്റെ സംസ്കാരം? ഇതാണോ സുന്നത്ത് ജമാഅത്ത്? ചിന്തിക്കണേ മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഓരോന്നും ചിന്തയുള്ളവരോടാ സംസാരിച്ചത്. ഇതൊരു വാശിയല്ല, ഇതൊരു വഴക്കല്ല. ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങളും പ്രമാണത്തിന്റെ വെളിച്ചത്തിലാ പറഞ്ഞത്, തെളിവിന്റെ അടിസ്ഥാനത്തിലാ പറഞ്ഞത്. ആരുടെയെങ്കിലും പേരിൽ ഒരപരാധവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചിന്തിക്കുക, എനിക്കും നിങ്ങൾക്കൊക്കെ മരിച്ചു പോകണം, നമുക്ക് മടങ്ങി ചെല്ലാനുള്ള ലോകം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. നിങ്ങൾ സൂക്ഷിക്കണേ ഒരു ദിവസത്തെ. ഏതാണ് ആ ദിവസം? അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്ന ദിവസം. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഓരോരുത്തരും ചെയ്തിട്ടുള്ള അമലുകൾ എന്താണെങ്കിൽ അതിന് പരിപൂർണമായ ഒരു നിലക്കും അനീതി കാണിക്കപ്പെടാതെ, ആക്രമിക്കപ്പെടാതെ എല്ലാം പരിപൂർണമായി പ്രതിഫലം നൽകപ്പെടുന്ന ആ ഒരു ദിവസമുണ്ട് ജനങ്ങളെ. അതിനെ പേടിച്ചുകൊണ്ട് 5 നേരവും നിസ്കരിച്ചോളണം, സക്കാത്ത് കൊടുത്തോളണം, പലിശ വാങ്ങിക്കൂടാ, കച്ചവടത്തിൽ കൊള്ളലാഭം എടുത്തുകൂടാ, അഴിമതി നടത്തിക്കൂടാ, ഹറാമായ നിലക്ക് ധനം സമ്പാദിച്ചുകൂടാ, ഹറാമുകൾ കണ്ടുകൂടാ. വീടുകളിൽ സിനിമകളും സീരിയലുകളും സംഗീതങ്ങളും മൊബൈലിലൂടെയാണെങ്കിലും നെറ്റിലൂടെയാണെങ്കിലും അതേ വൃത്തികേടുകൾ കാണാൻ കണ്ണ് കൊടുക്കണ്ട, കാത് കൊടുക്കണ്ട, അത്തരം വേദികളിൽ പോയി ഇരുന്ന് കൊടുക്കണ്ട. ഒരു വൃത്തികെട്ട സംസ്കാരത്തിൻ്റെയും പിറകെ പോകാതെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഉമ്മയെ സ്നേഹിച്ചുകൊണ്ട്, ഉപ്പയെ ബഹുമാനിച്ചുകൊണ്ട്, മാതാപിതാക്കളെ ആദരിച്ചുകൊണ്ട്, തന്നേക്കാൾ മുതിർന്നവരെ ബഹുമാനിച്ചുകൊണ്ട്, തന്നേക്കാൾ ഇളയവരോട് കാരുണ്യം കാണിച്ചുകൊണ്ട്, അയൽക്കാരെ സ്നേഹിച്ചുകൊണ്ട്, നാട്ടുകാരെ സ്നേഹിച്ചുകൊണ്ട്, കുടുംബങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിലെ നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ട്, അങ്ങനെ ഇസ്ലാമികമായ കാര്യങ്ങളിലൊക്കെ തീവ്രവാദം കടന്നു വരാതെ, ഒരാളുടെ ആരാധനാലയവും ബോംബ് വെക്കണ്ട, ആരെയും ആക്രമിക്കാൻ പോകണ്ട. ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ്, സൗഹാർദ്ദത്തിന്റെ മതമാണ്. അതേ ഒരാളുടെ ആശയവും നമ്മൾ സ്വീകരിക്കണ്ട. അതേ അവസരത്തിൽ മുസ്ലിമായി തന്നെ ജീവിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം, മറ്റുള്ളവരെ ആദരിക്കാം, മറ്റുള്ളവർക്ക് സഹായിക്കാം. ചോർന്നൊലിക്കുന്ന വീടൊരു മുസ്ലിമിൻ്റെതാണെങ്കിലും മുസ്ലിമിന്റെ മനസ്സ് വേദനിക്കുന്നു. അതേ രോഗിയായി കിടക്കുന്നത് ഒരു ഹൈന്ദവനാണെങ്കിലും മുസ്ലിമിന്റെ മനസ്സ് വേദനിക്കുന്നു. അതേ മനുഷ്യരെന്ന നിലയ്ക്ക് എല്ലാവരോടും സ്നേഹമാണ്. അതേ അവസരത്തിൽ ആദർശത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയും ഇല്ല.
ഈ നിലക്ക് എല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേ രൂപത്തിൽ ഇസ്ലാമികമായ ജീവിതത്തെ മുന്നിൽ കണ്ട് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് മരിച്ചു പോയാലേ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷയുള്ളൂ. ആ രൂപത്തിലുള്ള രക്ഷയുടെ മാർഗത്തിലേക്കാണ് സലഫികൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇത്രയും നേരം ഇവിടെ സംസാരിച്ചത്, അതിനുവേണ്ടിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടത്. നിങ്ങൾ നല്ലവരായ ശ്രോതാക്കൾ നന്നായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇന്ന് പോയി നന്നായി ആലോചിച്ച് ചിന്തിച്ച് ഇസ്ലാമികമായ കാര്യങ്ങളെപ്പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ട് സത്യത്തിൻ്റെ പാതയെ നിങ്ങൾ തെരഞ്ഞെടുക്കണം, അസത്യത്തിൻ്റെ പാതയെ നിങ്ങൾ വെടിയണമെന്ന് ഈ അവസരത്തിൽ വളരെ വിനീതമായി ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അർഹമുർറാഹിമീനായ നാഥൻ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നമുക്കെല്ലാം മോചനം നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള കാര്യങ്ങളിലും എല്ലാ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളും സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിലും നാഥൻ നമുക്ക് തുണയാകുമാറാകട്ടെ. എല്ലാ രൂപത്തിലുള്ള സഹായങ്ങളും സർവശക്തനായ നാഥൻ്റെ പക്കൽ നിന്ന് നമുക്കെല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. സർവശക്തനായ നാഥ, ഇതിനുവേണ്ടി പണിയെടുത്ത, ഇതിനുവേണ്ടി അധ്വാനിച്ച, ഇതിന് സഹകരിച്ച എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണമേ. ഇവിടെ വന്ന് ഈ ശബ്ദം ശ്രവിച്ച എല്ലാ സഹോദരങ്ങൾക്കും റഹ്മുർറാഹിമീനായ നാഥൻ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകുകയും സത്യപാതയിൽ മുന്നോട്ട് പോകുവാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സന്ദേശം ശ്രവിച്ച എത്രയോ സഹോദരങ്ങളുണ്ട്. അവരിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. അവരും ഈ സന്ദേശം കേട്ടുകഴിഞ്ഞു. ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇസ്ലാം എന്താണെന്ന് ചുറ്റുപാടുകളിൽ നിന്നല്ല, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കണം എന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്. സത്യത്തെ സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ പാതയെ നാം പുൽകുക, അതിനുവേണ്ടി സഹകരിക്കുക, അസത്യത്തോട് വിട പറയുക. അത് നമ്മുടെ ശാശ്വതമായ സുരക്ഷിത പരലോക മോക്ഷത്തിന് അനിവാര്യമാണെന്ന് ഉണർത്തുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ നമസ്കാരങ്ങൾ കൃത്യമായി നിലനിർത്താൻ ശ്രദ്ധിക്കണം. അല്ലാഹുവേ, നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്നൊരിക്കൽ കൂടി ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.